أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹാശിസ്സുകളാൽ ജർമ്മനി അഹമ്മദിയ ജമാഅത്തിൻ്റെ ജൽസ കഴിഞ്ഞ ആഴ്ച വിജയപൂർവം സംഘടിപ്പിക്കപ്പെട്ടു. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ വിപുലമായി സാധാരണത്തേതുപോലെ ജലസ സംഘടിപ്പിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിന് നാം ആദ്യമായി നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ മുഴുവൻ സംഘാടകരും ജൽസയിൽ പങ്കെടുത്തവരും അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അതിഥികളെ സേവിക്കാൻ തൗഫീക്ക് ലഭിച്ചതിൽ പ്രത്യേകമായും പ്രവർത്തകർ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം. അതുപോലെ ജൽസയുടെ ദിവസങ്ങളിൽ തങ്ങളെ സേവിച്ച പ്രവർത്തകരോട് ജൽസയിൽ പങ്കെടുത്ത എല്ലാവരും നന്ദിയുള്ളവരായിരിക്കണം. ഇത്രയും വിപുലമായ സംവിധാനത്തിലും പുതിയ സ്ഥലമായതുകൊണ്ടും നിരവധി കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകും. അതുണ്ടായിട്ടുണ്ട്. ചില നിലക്ക് ചില അതിഥികൾക്ക് പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ചില കാര്യങ്ങൾ എന്നിലേക്ക് എത്തിയിട്ടുമുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ദീനി ലക്ഷ്യത്തിനു വേണ്ടി വന്നതായതുകൊണ്ട് പൊതുവിൽ അതിഥികൾ യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല. എന്നാൽ അന്വേഷിച്ചപ്പോൾ ചില സംവിധാനങ്ങൾ ശരിയായിരുന്നില്ല എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ കഠിനാധ്വാനത്തോടെ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുകയുണ്ടായി. സഹായികളുടെയും മറ്റു പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടായ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ പ്രസ്തുത വകുപ്പിൻ്റെ ഏതെങ്കിലും ദൗർബല്യം പ്രകടമായെങ്കിൽ അത് പൊതുവിൽ അവരുടെ ഓഫീസർമാരുടെ തെറ്റായ നിർദ്ദേശങ്ങൾ കാരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് അതിഥികൾക്ക് എവിടെയെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ജലസ സംവിധാനത്തിൻ്റെ ഓഫീസർമാരും ഉത്തരവാദികളാണ്. അമീർ സാഹിബും ഇക്കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുകയും നോക്കുകയും വേണം. കാരണം അത് അദ്ദേഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അവർ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതും ഭാവിയിലേക്ക് വേണ്ടി തങ്ങളുടെ കുറവുകളെ റെഡ് ബുക്കിൽ രേഖപ്പെടുത്തി അത് ശരിയാക്കാൻ ശ്രമിക്കുകയും വേണം. ഈ സ്ഥലത്ത് തന്നെ മേലിൽ ഈ സംവിധാനം ചെയ്യാൻ കഴിയുമോ അതല്ല മറ്റെവിടെയെങ്കിലും സംവിധാനം ഒരുക്കണമോ എന്നും നോക്കേണ്ടതാണ്. പൊതുവിൽ ചില പ്രയാസങ്ങൾ ചില സമയത്ത് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിവയാണ്: ഒരാൾ എനിക്ക് എഴുതുന്നു, എസ്കലേറ്റർ കേടായിരുന്നു, മുകളിൽ പോകാൻ പ്രയാസമുണ്ടായി, ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടായി. താമസ സൗകര്യം നൽകിയിരുന്നു,
പക്ഷേ കുളിമുറികൾ വളരെ കുറവായിരുന്നു, कारसूए में അല്ലെങ്കിൽ ശരിയായി വെള്ളത്തിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. तो वहाँ शुरू में मुझे लेकर കാർസായിൽ ഇവർ സ്ഥലമെടുത്തപ്പോൾ देखा था और वहाँ उन्होंने तो जो दिलाई थी അവിടെ ആദ്യം എന്നെ കൊണ്ടുപോയിരുന്നു. गुसलखानों और पानी का इंतजाम भी सही होना चाहिए। അവിടെ കണ്ടപ്പോൾ ഞാൻ इसी तरह കുളിമുറികളും വെള്ളത്തിൻ്റെ സംവിധാനവും ശരിയായ നിലയിൽ ആയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. और वो हॉल छोटे അതുപോലെ उसके बावजूद वहाँ कमी അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും ശബ്ദവും ഞാൻ ചെക്ക് ചെയ്തിരുന്നു. और कुछ हद तक हल कर लिया गया, അവിടെ ചെറിയൊരു ഹാൾ ഉണ്ടായിരുന്നു, लेकिन यहाँ എന്നിട്ടും അവിടെ കുറവുകൾ കാണപ്പെടുന്നുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ ശ്രമിക്കുകയുമുണ്ടായി, കുറേയൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇവിടെ मुझे इस दफ़ा ഇക്കാര്യങ്ങൾ ശരിയായ നിലയിൽ നോക്കിയിട്ടില്ല. बस तारीफी रिपोर्ट्स भिजवाते। ഇപ്രാവശ്യം ഈ സ്ഥലത്തെപ്പറ്റി എന്നോട് വിശദാംശങ്ങൾ പറഞ്ഞിരുന്നില്ല. इसी तरह बाज़ നല്ല സ്ഥലമാണെന്ന് തുതിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ അയച്ചുകൊണ്ടിരുന്നു. गलत हदायत की वजह से അതുപോലെ ചിലപ്പോൾ ഓഫീസർമാരുടെ തെറ്റായ നിർദ്ദേശങ്ങൾ കാരണം अमूमन तौर पर तो उन्होंने अच्छा काम, സെക്യൂരിറ്റിക്കാരും लेकिन बाज़ जगह അനാവശ്യമായ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. और इसी वजह से പൊതുവിൽ അവർ വളരെ നല്ല നിലയിലാണ് പ്രവർത്തിച്ചത്, എന്നാൽ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടായി. खाना पहुँचाने में भी അതുകൊണ്ട് ലജനക്കും അവിടെ ഭക്ഷണം എത്തിക്കുന്നതിൽ सिक्योरिटी वाला പ്രയാസമുണ്ടായതായി പരാതി വന്നിട്ടുണ്ട്. कि सिर्फ उनका काम സെക്യൂരിറ്റിക്കാരും അവർ തങ്ങളാൽ बल्कि रहनुमाई करना അവർ തടയാൻ മാത്രമുള്ളവരല്ല എന്ന് ഓർക്കേണ്ടതാണ്, മറിച്ച് होनी चाहिए। इस शोबा की एक टीम ऐसी होनी चाहिए മറ്റ് നിർദ്ദേശങ്ങളും നൽകണം. जो मेहमानों को ഈ വകുപ്പിൽ ഒരു ടീം അതിഥികളെ സ്വസ്ഥമായി നിശ്ചിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും सहूलियात मुहैया करे। അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും വേണ്ടിയുള്ളതായിരിക്കണം. ट्रांसलेशन के बारे में लजना की तरफ से അതുപോലെ ട്രാൻസ്ലേഷനെ സംബന്ധിച്ച് ലജനയുടെ ഭാഗത്തു നിന്ന് ആദ്യ ദിവസം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നുവെന്ന് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. और ये मुझे लजना ने नहीं बताया, ഇത് എന്നോട് ലജന അല്ല പറഞ്ഞത്, हमारे MTA के ट्रांसलेशन के शो മറിച്ച് നമ്മുടെ MTA ട്രാൻസ്ലേഷൻ വിഭാഗമാണ് ट्रांसलेशन नहीं होती रही ശരിയായ വിധത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നീട് പുറത്തുനിന്ന് വന്ന ചില അതിഥികളും ട്രാൻസ്ലേഷൻ ഇല്ലാത്തത് കാരണം തങ്ങൾക്ക് ഖുത്തുബ കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് പരാതിപ്പെടുകയുണ്ടായി. मर्दाना हाल ശബ്ദത്തിന്റെ പ്രശ്നം रहा പുരുഷന്മാരുടെ ഹാളിൽ और इसके लिए मैं जलसा പ്രകടമായിരുന്നു. भी അതേപ്പറ്റി ജൽസയ്ക്കിടയിലും സംഘാടകരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ജൽസ സാലാന ഓഫീസർ, ജൽസ ഗാ ഓഫീസർ, ഓഡിയോ സെക്ഷന്റെ ഇൻചാർജ് എന്നിവർ ഇതിന്റെ ये इसके जिम्मेदार ഉത്തരവാദികളാണ്. लोग यहाँ जलसा सुनने आते हैं, ജനങ്ങൾ ഇവിടെ अगर ജൽസ കേൾക്കുന്നതിനാണ് വരുന്നത്. तो फिर അവർക്കത് കേൾപ്പിക്കുന്നതിന് ശരിയായ സംവിധാനം ഇല്ലെങ്കിൽ तो कमियां बर्दाश्त, പിന്നെ ജൽസയുടെ പ്രയോജനം എന്താണ്? लेकिन മറ്റ് സംവിധാന കാര്യങ്ങളിൽ കുറവുകൾ സഹിക്കാവുന്നതാണ്, कोई कमी बर्दाश्त नहीं हो सकती। എന്നാൽ ജൽസ കേൾപ്പിക്കുന്നതിലുള്ള ന്യൂനത അത് സഹിക്കാൻ സാധ്യമല്ല. कि ये कोई मेला नहीं है, ഹദരത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മേളയല്ല. कि अपनी बर्तरी से, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി लेकिन आवाज ना आने की वजह മേൽക്കോയ്മ കാണിക്കുന്നതും എൻ്റെ ലക്ഷ്യമല്ല. से पीछे मेले वाला हाल था। എന്നാൽ പിന്നിലേക്ക് ശബ്ദം എത്താത്തത് കാരണം മേളയുടെ പ്രതീതിയായിരുന്നു. ചിലർ അത് कोई जलसे വീഡിയോ ആക്കി. ഞാൻ അത് കണ്ടിരുന്നു. ജലസയുടെ ഒരു അന്തരീക്ഷവും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. अफराद ऐसे होंगे എൻ്റെ നിഗമനമനുസരിച്ച് ചുരുങ്ങിയത് ഏതോ എല്ലായിരുന്നു ആളുകൾക്ക് ജലസ ശരിയായി കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. लोगों को इसका जिम्मेदार करार देती है कि बातें ജനങ്ങൾ സംസാരിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സംഘാടകർ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നു. और साउंड सिस्टम वाले എന്നാൽ എൻ്റെ വീക്ഷണത്തിൽ ജൽസാഗ ഓഫീസറും സൗണ്ട് സിസ്റ്റത്തിന്റെ ആളുകളും തർബിയത്തിന്റെ ആളുകളും ഇതിന്റെ ഉത്തരവാദികളാണ്. അവർ ഇതേപ്പറ്റി ചിന്തിക്കേണ്ടതാണ്. मुझे तो ये हालत देख के शर्म आई, इनको उम्मीद है शर्म आई होगी। എനിക്ക് ഈ അവസ്ഥ കാണുമ്പോൾ ലജ്ജ തോന്നി. അവർക്കും ലജ്ജ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. तो फिर भी तबीयत की ജനങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് തർബിയത്തിന്റെ കുറവാണ്. വർഷം മുഴുവനും അവർക്ക് തർബിയത്ത് കൊടുക്കാത്തതിൻ്റെയും ജനങ്ങളിൽ സദസ്സുകളുടെ പരിശുദ്ധിയുടെ ചിന്ത ഉണ്ടാകേണ്ടതും മിഷണറി ഇൻചാർജിന്റെയും മുറബിമാരുടെയും ഉത്തരവാദിത്തമാണ്. ജനങ്ങളെ കുറ്റം പറയേണ്ട. का ख्याल पैदा അഹമ്മദികൾ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ പൊതുവിൽ അനുകൂലമായി പ്രതികരിക്കുന്നതാണ്. इल्जाम न दें। ഇവർ ജലസയ്ക്ക് വന്നവരാണ്. अहमदी को तो अगर तो ശ്രദ്ധ ക്ഷണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ മാറ്റത്തിന് വിധേയരാകാതിരിക്കുന്നതേയല്ല. ഏതായാലും സ്വന്തം ന്യൂനത കാരണമാണ് അടുത്ത ന്യൂനതയും ഉണ്ടായത്.
ഓഫീസർ വിനയാന്വിതരായി അധ്വാനിക്കുന്നവനാണെങ്കിൽ മുഴുവൻ ഡിപ്പാർട്ട്മെന്റും നന്നാകുന്നുവെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സാധാരണ പ്രവർത്തകൻ നല്ല നിലയിൽ ചെയ്യാൻ ആഗ്രഹിച്ചാൽ പോലും ഓഫീസർമാർ കാരണം ശരിയായ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്കും പ്രവർത്തകരെ പറ്റി പരാതിയില്ല. ഓരോ ഖാദിമും അൻസാറും ലജ്ന അംഗവും തങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലപോലെ അധ്വാനിച്ചു. ഞാൻ അതിൽ അവർക്ക് നന്ദി പ്രകടിപ്പിക്കുകയാണ്. പല ഓഫീസർമാർ തങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ ഇപ്രാവശ്യം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ അച്ചടക്കം കുറെ ഭേദപ്പെട്ടതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരുടെ തർബിയത്ത് വകുപ്പ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പുരോഗതി ആർജിക്കുന്ന സമൂഹങ്ങൾ തങ്ങളുടെ ദൗർബല്യങ്ങളെ ശ്രദ്ധിക്കുമ്പോഴാണ് വിജയം വരിക്കുന്നത്. എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് തങ്ങളുടെ വഴികളെ കൊട്ടിയടക്കാതിരിക്കുവിൻ. അതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. അള്ളാഹു എല്ലാ വകുപ്പുകളുടെയും ഓഫീസർമാർക്ക് തങ്ങളുടെ ഇസ്ലാഹിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായിരുന്നാലും ഈ എല്ലാ ദൗർബല്യങ്ങളും ഉണ്ടായിട്ടും അള്ളാഹു നമുക്ക് മേൽ മറയിട്ടു എന്നത് അവൻ്റെ ഔദാര്യമാകുന്നു. ഇവിടെ വന്ന അനഹമ്മദി അതിഥികൾ പൊതുവിൽ ജലസയുടെ നല്ല പ്രഭാവമാണ് കരസ്ഥമാക്കിയത്. ജലസ വിജയപ്രദമാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മറയാണ് കൂടുതൽ പ്രയോജനപ്രദമായത്. പുറത്തുനിന്ന് വന്നവർ അസാധാരണമായ നിലയിലാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. അതുപോലെ തന്നെ MTM മുഖേന ജൽസ കണ്ടവരും ജലസയെ പൊതുവിൽ ശ്ലാഘിക്കുകയാണ് ഉണ്ടായത്. ഈ അവസരത്തിൽ ചില അതിഥികളുടെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കാം. പൊതുവിൽ വളരെ നല്ല നിലയിലാണ് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ജൽസ കാരണം ഇസ്ലാമിന്റെ യഥാർത്ഥ സൗന്ദര്യം ജനങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞതിൽ ജർമ്മനി ജമാഅത്ത് അള്ളാഹുവിനോട് വളരെയേറെ നന്ദിയുള്ളവരായിരിക്കണം. ബൾഗാരിയയിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ മഹിള ഡോക്ടർ വെറോനിക്ക സത്തോയിലോവ, അവർ വക്കീലും യൂണിവേഴ്സിറ്റി ലെക്ചററും PhD ഡോക്ടറുമായിരുന്നു. അവർ പറയുന്നു, വളരെ സുസജ്ജമായ ജലസയാണ് സംഘടിപ്പിക്കപ്പെട്ടത്. എനിക്ക് ഒരു മുഖത്തും പരിഭ്രമമോ ദേഷ്യമോ കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും വളരെ ആത്മാർത്ഥതയുള്ളവരും എല്ലാ നിലയ്ക്കും എല്ലാ സമയത്തും സഹായിക്കാൻ തയ്യാറായിരുന്നതുമാണ്. അങ്ങനെയായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഓരോ വ്യക്തിയും തങ്ങളുടെ അവസ്ഥയിൽ തൃപ്തരും നന്ദിയുള്ളവരുമാണ്. തീർച്ചയായും ഈ പരിപാടി എന്നെ ആത്മീയമായി നന്നാക്കുകയുണ്ടായി. എല്ലാ വിഭാഗങ്ങളും പുരുഷന്മാരും സ്ത്രീകളും എന്തിനധികം കുട്ടികളും സുസജ്ജരായിരുന്നു. എനിക്ക് അഹമ്മദിയ ജമാഅത്തിനെ പറ്റി പല താല്പര്യജനകമായ കാര്യങ്ങളും പഠിക്കാൻ കഴിഞ്ഞു. ഉദാഹരണം സ്നേഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടും അന്യെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ്. ബെർലിൻ മസ്ജിദ് സ്ത്രീകൾ തങ്ങളുടെ ആഭരണങ്ങളും പൈസയും കൊണ്ടാണ് നിർമ്മിച്ചതെന്ന കാര്യം എന്നെ തീർച്ചയായും ഹഠാത് ആകർഷിക്കുകയുണ്ടായി. സ്ത്രീകളുടെ സംവിധാനവും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഞാൻ നിരവധി മറ്റ് സമ്മേളനങ്ങളിലും പങ്കെടുക്കാറുണ്ട്. എന്നാൽ ഇവിടെയുള്ള ഇത് ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. ഇത്തരം മാതൃകകൾ വളരെ കുറച്ചേ സ്ഥാപിക്കപ്പെടാറുള്ളൂ. പിന്നെ എൻ്റെ പ്രഭാഷണങ്ങളെ സംബന്ധിച്ചവർ പറയുന്നു, ആത്മീയത, മനുഷ്യത്വം, സമാധാനം എന്നിവ സംബന്ധിച്ച ചിന്താതികൾ എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഏറ്റവും ആദ്യം മനുഷ്യനാണ്, പിന്നെയാണ് രാജ്യത്തിലെ പൗരനും മതപരമായ സാഹോദര്യത്തിൻ്റെ ഭാഗവും ആകുന്നതെന്നാണ്. നമ്മൾ നമ്മൾക്കിടയിലുള്ള പൊതുവായ കാര്യങ്ങളെ അന്വേഷിക്കണം, അല്ലാതെ നമ്മെ അകറ്റുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തിരയരുത്. ബൾഗേറിയയിൽ നിന്ന് വന്ന മറ്റു ക്രിസ്ത്യൻ മഹിള നത്താലിയ സാഹിബ് ആദ്യമായിട്ടാണ് ജലസയിൽ പങ്കെടുക്കുന്നത്. പറയുന്നു, ജലസ എൻ്റെ മനസ്സിൽ കോറിയിടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആദ്യമായി ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഒന്നിച്ച് നമസ്കരിക്കുന്നതായി കണ്ടു. ഇത് വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിയാണ്. ഇത്തരത്തിലുള്ള ജലസയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എല്ലാവരും ഞങ്ങളോട് വളരെ ആദരവോടും മാന്യതയുമാണ് പെരുമാറിയത്. അത് അത്ഭുതാവഹമായ ആനന്ദമാണ് ഉണ്ടാക്കിയത്. ജലസയുടെ സമാപനം എനിക്ക് വളരെ ഇഷ്ടമായി. അതിൽ കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണം വളരെയേറെ
ഗുണപാഠദായകമായിരുന്നു. तमाम लोग हमसे बहुत अदब और शाइस्तगी से पेश ഞങ്ങൾ എന്തോ പ്രധാനപ്പെട്ടവരാണെന്ന നിലയിൽ ഞങ്ങളോട് കാണിച്ച ആദരവാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ ഒരു അതിഥിയും യാതൊരു പ്രയാസവും ഉണ്ടാകരുതെന്ന കാര്യം ഉറപ്പുവരുത്തുവാൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് പറയുന്നു, ആദ്യ ദിവസം തർജ്ജമയുടെ കാര്യത്തിൽ കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. വളരെ ഗോപ്യമായ വാക്കുകളിലാണ് അവർ പരാതി പറയുന്നത്. അതായത് ഖുത്ബ കേൾക്കാൻ തന്നെ കഴിഞ്ഞില്ല. അത് പിന്നീടാണ് ശരിയായത്. किसी मेहमान को कोई मुश्किल ना हो। മക്ദോണിയയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ പത്രപ്രവർത്തക पहले दिन हमें तर्जुमे के लिहाज से थोड़ा मसला महसूस हुआ। യൂബെൻക ആയത്പസ്ക സാഹിബ അതിഥിയായിട്ടുണ്ടായിരുന്നു. बाद में किए लेकिन यही था कि खुतबा सुन ही नहीं सकी, പറയുന്നു, बाद में ठीक हो गया। ജലസയുടെ സംവിധാനങ്ങൾ വളരെ ഉന്നത നിലവാരത്തിലുള്ളതായിരുന്നു. फिर मकदूनी വിവിധ മതക്കാരും സമൂഹങ്ങളും പങ്കെടുക്കുന്ന വളരെ സുസംഘടിതമായ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇത് സ്നേഹത്തിന് മാത്രമേ ലോകത്ത് कहती हैं ഒരു ഇടമൊരുക്കാൻ കഴിയുകയുള്ളൂ എന്ന മുദ്രാവാക്യത്തിന്റെ സാക്ഷാത്കാരമാകുന്നു. ये मेरे लिए खास एजाज है മക്ദോണിയയിൽ നിന്ന് തന്നെയുള്ള ഒരു മുസ്ലിം പത്രപ്രവർത്തകനായ സീനാവർ ആസിമോ साहब और कौमों की പറയുന്നു, शिरकत की। ये बात इस नारे की तस्दीक കാലത്തിന്റെ ഖലീഫയുടെ बहुत ही दुनिया को एक बेहतर വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ फिर मकदूनिया എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി. सहाफ़ी सेनावर इस्मो साहिब सेनार മക്ദോണിയയിലെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് പറയുന്നു, എനിക്ക് ജൽസയിൽ നിരവധി അഹമ്മദി മുസ്ലിങ്ങളോട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അവർ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചത്. ജൽസയുടെ വൃത്തിയും എല്ലാ സംവിധാനവും എന്നെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി. दुनिया के एक साफ़ी होने നിങ്ങളുടെ മോട്ടോ ലവ് ഫോർ ആൾ ഹേറ്റഡ് ഫോർ നൺ ശരിയായ രീതിയിൽ കാണാൻ കഴിഞ്ഞു. की तौफीक मिली। ഈ മോട്ടോ മുഖേന സമാധാനം സാധ്യമാണ്. ഡ്യൂട്ടിക്കാർ മാത്രമല്ല, മറ്റുള്ള പെരുമാറ്റവും അതിഥികളെ സ്വാധീനിക്കുകയുണ്ടായി. आपको मोटो मोहब्बत सबके लिए नफरत भी से नहीं वाकई तौर पर दिखाई दिया। സിൽവാക്കിയയിൽ നിന്ന് വന്ന അധ്യാപിക മാർട്ടിന സാഹിബ പറയുന്നു, लोगों के रवैये थे ജലസയിൽ ആദ്യമായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ കൃതജ്ഞതയുള്ളവളാണ്. ലോകത്തെവിടെയും ഒരുപക്ഷെ കാണാൻ കഴിയാത്ത അതിഥി സൽക്കാരമാണ് ഞാൻ കണ്ടത്. എല്ലാവരും സൽസ്വഭാവത്തോടെയും പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ് കണ്ടുമുട്ടിയത്. कि पहली मरतबा ഈ ജൽസ മുഴുവനും എൻ്റെ മനസ്സിൽ വലിയ ആഴത്തിൽ ഉള്ള സ്വാധീനമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചും ബയ്യത്തിലും നമസ്കാരത്തിലും എനിക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ബയ്യത്തിൽ ഉടനീളം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. അഹമ്മദികൾ ഖലീഫയുടെ കയ്യിൽ ഒരൊറ്റ ആത്മാവ് കണക്കെ ബയ്യത്തിൽ പങ്കെടുത്ത നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും दौरान रोती रही। മറക്കുന്നതല്ല. इस लम्हे को मैं जिंदगी അതുപോലെ അഹമ്മദികളുടെ ഖലീഫയുമായുള്ള കൂടിക്കാഴ്ചയും ഞാൻ മറക്കുന്നതല്ല. ഒരു ദിവസം കഴിഞ്ഞ ശേഷവും കൂടിക്കാഴ്ചയുടെ പ്രഭാവം എൻ്റെ മനസ്സിലുണ്ട്. പറയുന്നു, इसी तरह मैं अहमदियों के खलीफा से मुलाकात को कभी ഞാൻ ഒരിക്കൽ കൂടി ഖലീഫയെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇസ്ലാമിനെ പറ്റി നേരിട്ട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. कहती हैं ഇവർ മുസ്ലിമല്ല, പക്ഷേ അവരിലും से एक मर्दवा അത് പ്രഭാവമുണ്ടാക്കി. खलीफा वक्त से ये मुझसे और इस्लाम के സിൽവാക്കിയിൽ നിന്ന് വന്നിട്ടുള്ള बराह रास्त അതിഥി बात हासिल करना चाहती हैं। ये मुसलमान नहीं लेकिन उन पे असर हुआ। ഇൻഡസ്ക സാഹിബ് आने वाली एक കച്ചവടക്കാരനാണ്. അദ്ദേഹം പറയുന്നു, मेहमान मर्द हैं ये। ജൽസ സാലാനയ്ക്ക് മുൻപ് എനിക്ക് ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയുമായിരുന്നില്ല. മുസ്ലിങ്ങൾ നഔദുബില്ല മുഹമ്മദ് റസൂലുല്ലാ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിനെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുവെന്നാണ് എനിക്ക് कुछ नहीं पता തോന്നിയിരുന്നത്. ജലസയിൽ പങ്കെടുത്തപ്പോൾ कि मुझे लगता ഇസ്ലാമിന്റെ അധ്യാപനം അള്ളാഹു റസൂലുല്ലാ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നതിൻ്റെയൊക്കെ യഥാർത്ഥ സ്ഥാനത്തെപ്പറ്റി എനിക്കറിയാൻ കഴിഞ്ഞു. जलसा में शामिल മാത്രമല്ല, ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരു സമാധാന കാംക്ഷിയായ മതമാണെന്നും ഇവിടെ പ്രത്യേകിച്ചും മാധ്യമങ്ങൾ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും മനസ്സിലായി. और ये भी पता लगा कि इस्लाम दरअसल एक ജൽസയുടെ മുഴുവൻ സംവിധാനവും അഹമ്മദികൾ സ്വയം ചെയ്യുന്നുവെന്നതും या इस्लाम के बारे में വളരെ മുഴുകിയും ആവേശത്തോടെയും താല്പര്യത്തോടെയും कि ये पूरा അതിഥികളെ സേവിക്കുന്നതും എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. और कितनी लगन और कितने ഖലീഫയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ സമാധാനവും ആത്മാവിൽ ഗുണപ്രദമായ സ്വാധീനവും ഉണ്ടാക്കി. जब मैंने खलीफा को देखा तो मेरे दिल में अमन और അള്ളാഹുവാണ് എന്നെ ഈ ജലസയിൽ പങ്കെടുപ്പിക്കുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നും പറയുകയുണ്ടായി. कि खुदा ताला ने ही मुझे जो സിൽവാക്കിയിൽ നിന്ന് ജോർദാൻ മാർഡൻ
സാഹിബ് എന്നൊരു അതിഥി വന്നിരുന്നു. വളരെ വലിയ വലിയ ഗ്രൂപ്പുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിരുന്നു. ग्रुप आए थे। പറയുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ജൽസ സാലാനയിൽ പങ്കെടുക്കുന്നത്. कहते हैं मैंने पहली അഹമ്മദികളുടെ സ്വഭാവവും അതിഥി സൽക്കാരവും കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ജൽസ സാലാനയിൽ എനിക്ക് പല കാര്യങ്ങളും പഠിക്കാൻ കഴിഞ്ഞു. മുസ്ലിങ്ങൾ, പ്രത്യേകിച്ചും അഹമ്മദി, സമാധാനകാംക്ഷികളും തങ്ങളുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. ജമാഅത്ത് തയ്യാറാക്കിയ എക്സിബിഷനും ഇഷ്ടമായി. എനിക്ക് ഇസ്ലാമിനെയും അതിൻ്റെ മനോഹരമായ അധ്യാപനത്തെയും പറ്റി വളരെയേറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. അഹമ്മദിയുടെ ഖലീഫയെ സംബന്ധിച്ച് അഹമ്മദികൾ അദ്ദേഹത്തെയും അദ്ദേഹം തിരിച്ചും വളരെയേറെ സ്നേഹിക്കുന്നുവെന്നതാണ് ഞാൻ കണ്ടത്. ഇത്തരം സഹോദര്യവും സ്നേഹവും ലോകത്ത് വളരെ വിരളമായേ കാണപ്പെടുകയുള്ളൂ. എക്സിബിഷത്തിൽ സെർബിയ, ബോസ്നിയ എന്നിവയുടെ ഭൂപടം ഉണ്ടാക്കിയിരുന്നു. സെർബിയൻകാർക്ക് തങ്ങളുടെ ഭൂപടം ശരിയായ രീതിയിൽ ഉണ്ടാക്കിയില്ല എന്ന് പരാതിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സിബിഷന്റെ ആളുകൾ അത് നോക്കേണ്ടതാണ്. അൽബാനിയയിൽ നിന്നുള്ള അതിഥിയായ പ്രൊഫസർ ഡോക്ടർ अल्बानिया के ജേബ് ചുക്കൂർത്തി സാഹിബ്, शुकुरती साहब ഫാക്കൽറ്റി ഓഫ് നാച്ചുറൽ സയൻസ്, തറാന യൂണിവേഴ്സിറ്റി പ്രൊഫസർ, തന്റെ ഭാര്യയുടെ കൂടെ വന്നിരുന്നു. പറയുന്നു, ജൽസ വളരെ മഹത്തരമായതായിരുന്നു. अपनी अहलिया के साथ आए थे। ഇവരാണ് മുസ്ലിങ്ങൾ. जलसा बहुत अजीम शान ഞാൻ 10 വർഷമായി നോമ്പെടുക്കുന്നു. ഇസ്ലാമിലെ മറ്റ് കൽപ്പനകളും मुसलमान है ये മുഴുവനുമല്ലെങ്കിൽ പോലും പ്രാവർത്തികമാക്കുന്നു. और इस्लाम के ഇവിടെ ജൽസയിൽ ഞാൻ ഇസ്ലാമാണ് കണ്ടത്. अगरचे सारे മറ്റു മുസ്ലിങ്ങളിൽ നിന്ന് നിങ്ങൾക്കുള്ള പ്രകടമായ വ്യത്യാസം ഖിലാഫത്താകുന്നു. അത് കാരണം നിങ്ങളിൽ ഐക്യമുണ്ട്. पास वाज़ेह फ़र्क खिलाफत है। അൽബാനിയയിൽ നിന്നുള്ള മറ്റൊരു അതിഥി അൽമിര സാഹിബയാണ്. ഇവർ നേഴ്സാണ്. പറയുന്നു, ഇതിനു മുമ്പും ജൽസയിൽ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യവും അതേ ആത്മീയ ആവേശത്തോടെയാണ് വീണ്ടും ജൽസയിൽ വന്നത്. അന്യരാണെങ്കിലും ഒരിക്കൽ വന്നാൽ പിന്നെ ശീലമായി മാറുന്നതാണ്. പറയുന്നു, जलसे पर आई थी ഇപ്രാവശ്യം ഞാൻ ആദ്യമായി നമസ്കരിച്ചു. इसी रूहानी तड़प എൻ്റെ കൂട്ടുകാരി നമസ്കരിക്കുമായിരുന്നു. एक दफ़ा आगे तो फिर അവരെ നോക്കി നോക്കി ഞാനും നമസ്കരിച്ചു. गैर भी हों तो ഇതാദ്യമായി എൻ്റെ ആത്മാവിലെ ഓരോ കണവും പ്രവർത്തന നിരതമായി. उनकी सहेली थी कोई, സുജൂദിൽ കരഞ്ഞ് कരഞ്ഞ് ദുആകൾ ചെയ്യുകയായിരുന്നു. उसको देख देख कर मैं पढ़ता തൻ്റെ എല്ലാ വിദ്വേഷങ്ങളും ഉരുകിപ്പോകുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. पहली बार मेरी रूह അള്ളാഹു എനിക്ക് എൻ്റെ ഈമാനിൽ ദൃഢ നൽകുന്നതിന് ഞാൻ ദുആ ചെയ്യുന്നു. कर रही थी। പിന്നെ ഞാനുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. പറയുന്നു, ഞാൻ ഇത് നല്ല പോലെ ഓർത്തു വെക്കുന്നതാണ്. ചുരുക്കത്തിൽ ജലസയുടെ അന്തരീക്ഷത്തിന്റെ സ്വാധീനം അന്യരിലും ഉണ്ടാക്കുന്നു. എന്നിരിക്കെ അഹമ്മദികൾക്ക് അത് എങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ്? അഹമ്മദികൾക്ക് ഭാരവാഹികളെ പറ്റി പരാതിയുണ്ടെങ്കിൽ മാറ്റത്തിനുള്ള ശരിയായ മാർഗം അവലംബിക്കുക. ആദ്യം തങ്ങളിൽ മാറ്റവും മാതൃകയുമാണ് വേണ്ടത്. പിന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുക. इस्लाह के सही तरीके അൽബാനിയയിൽ നിന്നുള്ള മറ്റൊരു അതിഥി इस्लाह अपना नमूना फिर लोगों को समझाएं। ദർത്തി ഷക്കോർത്തി സാഹിബയാണ്. अल्बानी അവർ ഹൈസ്കൂൾ ടീച്ചറാകുന്നു. പറയുന്നു, ജലസയുടെ സംവിധാനങ്ങൾ വളരെ നല്ലതായിരുന്നു. कुर्ती साहब हैं, ഞാൻ സ്കൂൾ ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ എത്രമാത്രം അഗ്രസീവ് ആണെന്ന് എനിക്കറിയാം. എന്നാൽ ഇവിടെയുള്ള കുട്ടികളും എത്രമാത്രം क्योंकि आजकल के बच्चे कितने സുശിക്ഷിത തന്നെ. എന്നാൽ എല്ലാവരും തങ്ങളുടെ ഡ്യൂട്ടിയിൽ മുഴുകിയിരിക്കുകയാണ്. कि अपनी അത്ഫാൽ കുട്ടികളും തങ്ങളുടെ നല്ല മാതൃക കാണിച്ചുകൊണ്ട് തബ്ലീനുള്ള മാർഗമാണ് തുറന്നത്. പറയുന്നു, ഞാൻ വളരെയേറെ അത്ഭുതപ്പെട്ടു പോയി. അന്വേഷണം എന്നെ ജൽസക്കിടയിൽ ഭക്ഷണ ഹാളിലെത്തിച്ചു. അത് ബസാറിന് മുമ്പേ ആയിരുന്നു. അവിടെ ഞാൻ ആയിരക്കണക്കിന് പുരുഷന്മാർ ഭക്ഷണം കഴിക്കുന്നതായി കണ്ടു. പക്ഷെ യാതൊരു വഴക്കോ പിടിച്ചുപറിയോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരും പ്രവർത്തിക്കാൻ മാത്രം അറിയുന്ന തേനീച്ചകളാണെന്ന് തോന്നിപ്പോയി. ऐसा लगता था ഇവിടെയുള്ളവർ എല്ലാ ജോലിക്കും സന്നദ്ധതയുള്ളവരായിരുന്നു. എത്ര ഉന്നത സ്വഭാവമെന്നാൽ അല്പമെങ്കിലും ദേഹത്ത് മുട്ടിയാൽ ഉടൻ തന്നെ സോറി എന്ന് പറഞ്ഞിരുന്നു. जैसे धक्का लगता तो फौरन അൽബാനിയിൽ നിന്ന് വന്ന മറ്റൊരു അതിഥി ജാഫർ കൊച്ചി സാഹിബ് दुनिया से आने वाले ആണ്. അദ്ദേഹം എക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹം 4 വർഷത്തെ പഠനത്തിന് ശേഷം ബയ്യത്ത് ചെയ്യുകയുണ്ടായി. പറയുന്നു, 4 साल ജലസ അദ്ദേഹത്തിന് വളരെയേറെ कहते हैं പ്രചോദനമാണ് ആയിരുന്നു. വളരെയേറെ പോസിറ്റീവ് എനർജി ലഭിക്കുകയുണ്ടായി. ജൽസഗാഹിൽ ഖലീഫയോടൊപ്പമുള്ള നമസ്കാരങ്ങളിൽ എനിക്ക് എൻ്റെ കണ്ണീരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ബയ്യത്ത് പരിപാടിയും ഏറെ വൈകാരികമായിരുന്നു. എനിക്ക് ഖലീഫയുടെ तकरीबी न्याय जज्बाती थी ഒപ്പം ഇരിക്കുമ്പോഴെല്ലാം സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. के साथ बैठ के ഖലീഫ മാത്രമാണ് എൻ്റെ ഭാജനവും നേതാവുമെന്ന്
എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. और मुझे यही एहसास हुआ कि खलीफा वक्त ही है जो मेरा अजीज और मुता है। പറയുന്നു, ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. अब एक बात जो അത് എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് ജൽസയിൽ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ ആളുകൾ എഴുന്നേറ്റ് പോകുന്നതായി കണ്ടിരുന്നു. बाज लोग ഏതായാലും നാം അഹമ്മദികൾക്ക് उठकर चले जाते थे। മോശം പ്രതിഫലമുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങളെപ്പറ്റി നാം ചിന്താകുലരാകേണ്ടതാണ്. मनफी असर ബോസ്നിയയിൽ നിന്ന് വന്ന ചരിത്ര വിഭാഗം പ്രൊഫസർ ഹാരിസ് സാഹിബ് പറയുന്നു, ജൽസയിൽ വരുന്നതിന് മുമ്പേ തന്നെ कहते हैं അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമെന്നും ഖലീഫ ഞങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നും അറിഞ്ഞിരുന്നു. लोग होंगे, ഞാൻ ഏറെ ഭയപ്പെട്ടിരുന്നു. खलीफा भी हमसे खिताब ഏറെക്കുറെ സംരക്ഷണ സംവിധാനവും കരുതിയിരുന്നു. ഓരോ കാര്യത്തെപ്പറ്റിയും എനിക്ക് സംശയമായിരുന്നു. കാരണം അഹമ്മദികളുടെ ഇത്രമാത്രം വലിയ ജൽസയെയും അവരുടെ മതപരമായ ആചാരങ്ങളെയും പറ്റി എനിക്ക് വിശദമായി ഒന്നും അറിയുമായിരുന്നില്ല. കാരണം ഞാൻ അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി തന്നെ അസ്വസ്ഥനായിരുന്നു. बुनियादी बातों में उलझा हुआ था। ഇവിടെ എത്തിയപ്പോൾ പറയുന്നു, എന്നിരുന്നാലും ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇത്രമാത്രം अच्छे लोगों के दरमियान वक्त നല്ല ആളുകൾക്കിടയിൽ സമയം ചെലവഴിക്കാൻ ഇതിനു മുമ്പ് അവസരം കിട്ടിയിട്ടില്ല. और जब पहुंचा ജൽസയിൽ तो क्या हुआ, എല്ലാ കാര്യവും ആസൂത്രണത്തോടെ ഉള്ളതായിരുന്നു. गुजारने का मौका भी कभी नहीं എൻ്റെ ചിന്ത എന്തായിരുന്നു, എന്നാൽ കർമ്മപരമായി ഞാൻ കാണുന്നത് എന്താണ്? വളരെ നല്ല ആസൂത്രണം. सोच क्या എല്ലാവരും അവരവരുടെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. വളരെ ഉന്നതമായ മനോഹരമായ സംവിധാനമാണ്. ഖലീഫയുടെ ആദ്യ പ്രഭാഷണം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ശുദ്ധമായി. कहते हैं खलीफा की ജനങ്ങൾ എന്ത് ചെയ്യുന്നു, പറയുന്നു, പരസ്പരമുള്ള ബന്ധം എങ്ങനെ എന്നറിയാൻ ഞാൻ അവരുടെ പിന്നിലുണ്ടായിരുന്നു. क्या कहते थे, ജിജ്ഞാസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകളുടെ പിന്നാലെ കൂടിയിരുന്നു. ഞാൻ എല്ലാം കണ്ടും കേട്ടും കൊണ്ടിരുന്നു. ഞാൻ എന്നെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ സുരക്ഷിതനായിട്ടാണ് മനസ്സിലാക്കിയത്. खुद को महफूज എന്നെ ആരും ചീത്ത പറയുകയോ അസൂയയോടെയോ അന്യനെ പോലെയോ കണ്ടില്ല. ആരും എന്നെ मुझे हसद या ഈ എല്ലാ കാര്യങ്ങളെക്കാളും എനിക്ക് പ്രകടമായ നിലയിലുള്ള സന്തോഷദായകമായ ജീവിതത്തിൽ എനിക്ക് മുമ്പൊരിക്കലും എനിക്ക് കിട്ടാത്ത അനുഭവം കാലത്തിന്റെ ഖലീഫയുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. എനിക്ക് എൻ്റെ പുറത്തുനിന്ന് ഭാരമുള്ള ഒരു കല്ല് വീണതുപോലെയുള്ള ഒരു സമാധാനമാണ് കിട്ടിയത്. ഞാൻ അസ്വസ്ഥനായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറിയിരിക്കുന്നു. ഞാൻ സംതൃപ്തനായിട്ടാണ് മടങ്ങുന്നത്. തീർച്ചയായും പുതിയ അറിവുകൾ കൊണ്ടും പരിചയപ്പെട്ട ആളുകളും കൊണ്ടും ഞാൻ ധന്യനായിരിക്കുന്നു. ബോസ്നിയയിൽ നിന്ന് വന്ന റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആന്ദ്ര ഹൈദർ സാഹിബ് പറയുന്നു, बोस्निया से आने ഞാനുമായുള്ള മുലാഖാത്തിനെ പറ്റിയാണ് പറയുന്നത്. इंदिरा അദ്ദേഹത്തെ ഫ്രാങ്ക്ഫർട്ടിൽ വെച്ച് കണ്ടിരുന്നു. അദ്ദേഹം നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാൻ നല്ല സന്തോഷഭരിതയായിരുന്നു. मुलाकात എനിക്ക് ഖലീഫയെ നേരിട്ട് ശ്രവിക്കാൻ കഴിഞ്ഞു. पुरमसरत रही। അഹമ്മദിയ ജമാഅത്തും ഹ്യൂമനിറ്റി ഫസ്റ്റും പല പ്രയാസങ്ങളും ഉണ്ടായിട്ടും ഞങ്ങളുടെ രാജ്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായി ഖിദ്മത്തെ ഖൽക്കിന്റെ ജോലികൾ നിർവഹിക്കുന്നു. खलीफा वक्त को जमात अहमदिया और ह्यूमैनिटी ഇവിടെ വന്നപ്പോൾ വളണ്ടിയർമാരുടെ നിർലോഭമായ ജനസേവനത്തിനുള്ള ആവേശത്തിന്റെ യഥാർത്ഥ കാരണം खल के काम को ഖിലാഫത്താണെന്നും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ജനങ്ങളെ എങ്ങനെയാണ് ഒരു ചരടിൽ കോർത്തിണക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുകയുണ്ടായി. इंसान की इस कदर बेलौस खिदमत का जज्बे का वजह മുഴുവൻ മനുഷ്യകുലത്തെയും ഏക സമുദായമാക്കുന്നതിലും ലോകത്തെ നന്നാക്കുന്നതിൽ തങ്ങളുടെ പങ്കാളിത്തം നൽകുന്നതിലും അനുഭവങ്ങൾ എന്നെ ധൈര്യവതിയാക്കുന്നതിലും എൻ്റെ അറിവിനെ സുദൃഢമാക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഈ അവസരം മുസ്ലിമാണെന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. वायदा बनाने में और दुनिया को അത് ശക്തിപൂർവ്വം മാത്രമല്ല, മനുഷ്യകുലത്തോടുള്ള സഹാനുഭൂതിയുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നതിലും बेहद बनने में मेरी समझ को മതാന്തര ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും കൂടുതലായി ഭാഗവാക്കാകാൻ എനിക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നു. इस मौके ने ബോസ്നിയയിൽ നിന്ന് വന്ന അതിഥി ആമിന സാഹിബ പറയുന്നു, വളണ്ടിയർമാരുടെ സംവിധാനം വളരെ നല്ലതായിരുന്നു. इंसानी हमदर्दी की സ്ത്രീകളുടെ ഭാഗത്ത് राह मुकालमे के തർജുമയുടെ പ്രശ്നങ്ങൾ കാരണം मजीद शामिल ഞങ്ങൾക്ക് ചില പ്രോഗ്രാമുകൾ പിന്തുടരാൻ കഴിഞ്ഞില്ല. लिए खातून मेहमान हैं अमीना साहिबा कहती हैं കാരണം സ്ത്രീകളുടെ ഭാഗത്ത് തർജമ ഇല്ലായിരുന്നു. कि तंजीम बहुत अच्छी थी। ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തെ में तर्जुमे के ഇവരും സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. नहीं कर सके क्योंकि ख्वातीन ഖലീഫയുടെ പ്രഭാഷണത്തിന്റെ തർജമ എനിക്ക് വേണ്ടി സ്ത്രീകളുടെ ഗ്രൂപ്പ് ലീഡർ ചെയ്തു തന്നിരുന്നു. कर रही हैं। हजूर खलीफा वक्त की എല്ലാ പരിപാടികളും എപ്പോഴും വിശുദ്ധ ഖുർആൻ പാരായണവും തർജ്ജമയും കൊണ്ടാണ് തുടങ്ങുന്നത് എന്നതും മുസ്ലിങ്ങൾ തങ്ങളെ വിദ്യാസമ്പന്നരാക്കണമെന്നും तिलावत कुरान करीम
തങ്ങളുടെ അറിവിനെ പ്രാവർത്തികമാക്കണമെന്നുള്ള ഖലീഫയുടെ ഉപദേശവും എനിക്ക് ഏറെ ഹൃദ്യമായി അനുഭവപ്പെട്ടു. ഈ ഒരു മാർഗത്തിലൂടെ മാത്രമേ ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. രണ്ടാം ദിവസം വീണ്ടും തർജ്ജമയിൽ പ്രശ്നം നേരിട്ടപ്പോൾ സ്ത്രീകൾ തർജ്ജമ കേൾക്കാൻ പുരുഷന്മാരുടെ ഭാഗത്തേക്ക് പോയി. ആ സമയത്ത് ഞാൻ സ്ത്രീകളുടെ ഭാഗത്തായിരുന്നു എന്ന് അവർ പറയുന്നു. എൻ്റെ പ്രഭാഷണം സ്ത്രീകൾക്ക് വലിയ സഹായകരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സ്ത്രീകളുടെ ഉദാഹരണങ്ങൾ നൽകിയത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പറയുന്നു, പിന്നെ ഞായറാഴ്ചയിലെ പ്രോഗ്രാമിൽ അടിസ്ഥാന ഇസ്ലാമിക തത്വങ്ങളെയും അന്യരുടെ അവകാശങ്ങളെയും സംരക്ഷണത്തെയും സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത്. നമ്മൾ എല്ലാ കാര്യത്തിലും ഉന്നതരായിരിക്കണമെന്ന സന്ദേശം എന്നെ ഏറെ ആകർഷിച്ചു. അതിൽ നമ്മൾ നീതി ചെയ്താൽ മാത്രമേ പുരോഗതി കൈവരിക്കുകയുള്ളൂ. അപ്പോൾ സമൂഹത്തിൽ സമാധാനം സ്ഥാപിതമാകും എന്നീ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളുമായാണ് ഞാൻ പോകുന്നത്. അതൊക്കെ എനിക്ക് വഴിവിളക്കുകളുമാണ് എന്നാണ് അവർ പറയുന്നത്. ജോർജിയയിൽ നിന്നുള്ള അതിഥി ലിയ സാഹിബ പറയുന്നു, ഞാനിപ്പോൾ ഹോളണ്ടിൽ തിയോളജി ആൻഡ് റിലിജിയൻ സ്റ്റഡീസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോർജിയ നിവാസിയാണ്. പറയുന്നു, ആദ്യമായിട്ടാണ് ജലസ കാണാൻ അവസരം ലഭിച്ചത്. വലിയവരും ചെറിയവരും എത്ര ആത്മാർത്ഥമായിട്ടാണ് സേവനങ്ങൾ ചെയ്യുന്നത്. ആഗോള ബയ്യത്ത് കണ്ടപ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജലസയുടെ അവസാന ദിവസം തങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന് എല്ലാവരിൽ നിന്നും വാഗ്ദാനം വാങ്ങുകയായിരുന്നു. ഈ ബയ്യത്തിൽ നിന്ന് അതാണ് അവർ ഉൾക്കൊണ്ട പാഠം. എൻ്റെ മനസ്സിൽ കോറിയിട്ട ഒരു പ്രധാന ചിത്രം കാലത്തിൻ്റെ ഖലീഫ നമുക്ക് മുന്നിൽ സമർപ്പിച്ച തൂലിക ജിഹാദാണ്. ഞാൻ അതിനെ 100% അംഗീകരിക്കുന്നു. മുസ്ലിം സ്ത്രീകളോടും ഇസ്ലാമിക സന്ദേശം പ്രചരിപ്പിക്കാൻ പറയുന്നുവെന്ന കാര്യം എനിക്ക് വളരെ ആകർഷണീയമായി തോന്നി. ഭാവിയിൽ ലോകം ഇസ്ലാമിനെ സംബന്ധിച്ച് ചിന്തിക്കണമെന്നും അവിടെ തങ്ങളുടെ ദൈവത്തെ തിരിച്ചറിയുന്നവരായി തീരണമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജോർജിയയിൽ നിന്ന് സുന്നി സ്കോളറായ മിസ്റ്റർ വേസൽ വന്നിരുന്നു. പറയുന്നു, ഞാൻ ജോർജിയയിലാണ് താമസിക്കുന്നത്. 15ാമത്തെ വയസ്സിൽ ഞാൻ ക്രിസ്തുമതം ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിച്ചതാണ്. അതിപ്പോൾ ഏകദേശം 15 വർഷം ഞാൻ മദീനയിൽ താമസിച്ചു. ഇസ്ലാമിക പാഠങ്ങളും അറബി ഭാഷയും പഠിച്ചു. എൻ്റെ പഠനത്തിനിടയിൽ നിങ്ങളുടെ ജമാഅത്തിനെ പറ്റി അഹമ്മദികൾ ഞങ്ങളെ കാഫിറാക്കുന്നുവെന്നും അഹമ്മദികളുടെ വിശ്വാസം തന്നെ വേറെയാണെന്നുമുള്ള തെറ്റായ കാര്യങ്ങളാണ് ഞാൻ കേട്ടിരുന്നത്. ജോർജിയയിൽ ഞാൻ നിങ്ങളുടെ മിഷണറിയുമായി കൂടിക്കാഴ്ച നടത്തി. ജമാഅത്തിനെ പറ്റി പരിചയപ്പെടുകയും ചെയ്തു. നിങ്ങൾ വിവിധ ഗ്രാമങ്ങളിൽ കുർബാനി, അതായത് ദുഹയത്തിന്റെ മാംസം വിതരണം ചെയ്തു. ഞങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ സഹായിക്കുകയുമുണ്ടായി. ജൽസയിൽ വരുന്നതിന് മുമ്പ് ജാമ്യ അസ്ഹർ ജമാഅത്തിനെ സംബന്ധിച്ച് എന്ത് ഫത്വയാണ് നൽകിയതെന്ന് നോക്കി. ഞാൻ അഹമ്മദികളുടെ അടുത്തേക്ക് പോവുകയാണ്. ജാമ്യ അസ്ഹർ എന്താണ് പറയുന്നത്? ഞാൻ ജമാഅത്തിനെ പറ്റി എല്ലാ മുസ്ലിങ്ങളുടെയും ചിന്താഗതികൾ വായിക്കുകയുണ്ടായി. എല്ലാ ഫത്വയും കണ്ടപ്പോൾ ജമാഅത്തിനെ അടുത്തെറിയണമെന്നും ജനങ്ങൾ കാഫിർ എന്ന് പറയുന്നു, അവർ എന്താണെന്ന് നോക്കണമെന്നും ഞാൻ തീരുമാനിച്ചു. പിന്നെ ജൽസയിൽ വന്ന് ജമാഅത്തിനെ പറ്റി അടുത്തെറിഞ്ഞപ്പോൾ പറയുന്നു, അഹമ്മദിയ ജമാഅത്ത് തീർച്ചയായും ഇസ്ലാമിന്റെ ഭാഗമാകുന്നു. ഖലീഫയുടെ പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ നിങ്ങളെ കാഫിർ എന്ന് പറയുന്നത് തികച്ചും തെറ്റാണെന്ന തീരുമാനത്തിലെത്തി. നിങ്ങളും മറ്റ് മുസ്ലിം വിഭാഗങ്ങളെ പോലെ ഇസ്ലാമിലെ ഒരു വിഭാഗമാകുന്നു. ഞാൻ ഖലീഫയെ വളരെയേറെ വിലമതിക്കുന്നു. എൻ്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ജലസയുടെ 3 ദിവസങ്ങളിൽ പരിഹരിക്കപ്പെട്ടു. നിങ്ങളുടെ ജമാഅത്തിനെയും സ്ഥാപകരെയും കുറിച്ച് വിശദമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു. തിരിച്ച് ജോർജിയയിൽ പോയി ജമാഅത്തിന്റെ വിവിധ ഗ്രന്ഥങ്ങൾ വായിച്ചു തുടങ്ങുന്നതാണ്. നിങ്ങളുമായി കണ്ടുമുട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട്. കൊസോവയിൽ നിന്ന് വന്ന ഒരു അതിഥി ഈ ഖാൻ മുനിസിപ്പാലിറ്റിയിലെ ഒഫീഷ്യൽ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. പറയുന്നു, ജൽസയിൽ ഞാൻ പ്രഭാഷണങ്ങൾ കേൾക്കുകയും പല കാര്യങ്ങളും പഠിക്കുകയും ചെയ്തു. അതെല്ലാം എൻ്റെ ഓർമ്മയിൽ എപ്പോഴും മുദ്രണം ചെയ്യപ്പെട്ടിരിക്കും. ഞാൻ കൊസോവയിലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ജൽസയെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്നു. പ്രത്യേകമായും ഞാൻ ഖലീഫ പറഞ്ഞ കാര്യങ്ങളെ പ്രാവർത്തികമാക്കുന്നതാണ്. കൂടാതെ ഞാനും എൻ്റെ കൂട്ടുകാരും
അസാധാരണവും സ്നേഹവും നിറഞ്ഞ ആതിഥ്യം എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. കൊസോയിൽ നിന്ന് വന്ന ഒരു അതിഥി മോജിജി ഷാരി സാഹിബ് ലെജാൻ യൂണിവേഴ്സിറ്റിയിലെ മേയർ ക്യാബിനറ്റിലെ നേതാവാകുന്നു. പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അസാധാരണവും ആകർഷണീയവുമായ അനുഭവമായിരുന്നു. ഞാൻ ഖലീഫയുടെ പ്രഭാഷണങ്ങളും മറ്റ് പ്രസംഗങ്ങളും കേട്ടു. അത്ഭുതാവഹവും ആകർഷണീയവുമായ വിജ്ഞാനങ്ങളുടെ ഖജനാവാണ് ലഭിച്ചത്. അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ അനുഭവം എന്നിൽ വലിയ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജൽസ സാലാന വൈജ്ഞാനിക ലോകത്തെ പൂന്തോപ്പാകുന്നു. അത് സഹകരണത്തെയും സഹോദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം ഇത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി മാതൃകാപരമായ പ്രവർത്തനവും സമൂഹത്തിന് പ്രയോജനം നൽകാൻ ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പാക്കുന്നതും സംബന്ധിച്ച തുടർച്ചയായ പ്രവർത്തനങ്ങളെ കാണിച്ചു തരികയും ചെയ്യുന്ന അവസരമായിരുന്നു. അരിസാൻ കൊസോവയിലെ മേയർ മിസ്റ്റർ മെഹമ്മദ് പറയുന്നു, ഈ അനിതര സാധാരണമായ ജലസ എന്നിൽ ആഴത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തിയത്. ഈ സമ്മേളനത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രകടമായ ഐക്യത്തിലും സമാധാനത്തിലും സഹോദര്യത്തിലും അധിഷ്ഠിതമായ വികാരം എന്നെ ഏറെ ആകർഷിക്കുന്നു. പ്രഭാഷണങ്ങൾ നല്ല നിലവാരമുള്ളവയായിരുന്നു. പ്രത്യേകിച്ചും ഖലീഫയുടെ പ്രഭാഷണം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതാവഹവും വിശ്വാസവർദ്ധകവുമായിരുന്നു. ഞാനിപ്പോൾ ഇസ്ലാമിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കിയിരിക്കുന്നു. സംഘാടകരുടെ ആതിഥ്യത്തെയും ഞാൻ ശ്ലാഘിക്കുന്നു. എല്ലാവരും നല്ല അതിഥി സൽക്കാരമാണ് നൽകിയത്. താജിക്കിസ്ഥാനിൽ നിന്ന് വന്ന ഒരു സുഹൃത്ത് ആർസു കരീം സാഹിബ് അറബി താജിക് ഭാഷകളിൽ പ്രാവീണ്യമുള്ളയാളും ജാമ്യ അസ്ഹറിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ വ്യക്തിയുമാണ്. നിരവധി അറബി പുസ്തകങ്ങൾ താജിക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. നിരവധി താജിക് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ജൽസ സശ്രദ്ധം ശ്രവിക്കുകയുണ്ടായി. ഞാൻ ഇവിടെയുള്ള ആളുകളെ കണ്ടു. ഇപ്പോൾ മറ്റ് മതവിഭാഗങ്ങളിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അഹമ്മദികളുടെ സ്വഭാവത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം അഹമ്മദികളുടെ ഉന്നത ധാർമ്മിക സ്വഭാവങ്ങളാകുന്നു. ആയതിനാൽ എല്ലാ അഹമ്മദികളും ഉന്നതമായ സ്വഭാവ വൈശിഷ്ട്യം പ്രകടിപ്പിക്കേണ്ടതാണ്. ഞാൻ നിരവധി ഇസ്ലാമിക സംഘടനകളെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. മറ്റ് സംഘടനകൾ ഇസ്ലാമിന്റെ 1% കാര്യമാണ് നടപ്പിൽ വരുത്തുന്നതെങ്കിൽ ഈ ജമാഅത്ത് 99% പ്രാവർത്തികമാക്കുന്നു. ഒരു ബുക്ക് സ്റ്റാളിന് തന്നെ നിരവധി ഭാഷകളിലുള്ള സാഹിത്യങ്ങൾ നിങ്ങളുടെ തബ്ലീഗ് യത്നങ്ങളും ഉള്ള തെളിവാകുന്നു. ഞാൻ തുടർന്നും ബന്ധപ്പെടുന്നതാണ്. ജമാഅത്തിനെ പറ്റി കൂടുതൽ അറിയാനും ആഗ്രഹമുണ്ട്. ഞാൻ അള്ളാഹുവിലല്ലാതെ മറ്റാരെയും ഭയപ്പെടുന്നില്ല. ഖലീഫയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും എനിക്ക് വളരെ ഇഷ്ടമായി. യഥാർത്ഥ ദൗർബല്യം നമ്മളാൽ തന്നെയാണ് ഉള്ളതെന്നും എന്നിട്ടും നമ്മൾ എല്ലാവരോടും ഭരണകൂടത്തെയും മറ്റുമാണ് ശപിക്കുന്നതെന്നുമുള്ള ഖലീഫയുടെ വാക്കുകളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. വീണ്ടും മുലാഖാത്ത് ഉണ്ടാകണമെന്നും അതിൽ നിന്ന് പ്രയോജനം കിട്ടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. താജിക്കിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള സംഘത്തിലെ ഒരു അനഹമ്മദി സുഹൃത്ത് പറയുന്നു, ഖലീഫയുമായുള്ള കൂടിക്കാഴ്ചയിൽ താജിക്കിസ്ഥാനിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും മതപരമായ വിലക്കുകളെയും പറ്റി വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിന് മുഴുവൻ മനുഷ്യകുലത്തെ പറ്റിയും ആശങ്കയുണ്ട് എന്ന കാര്യം എനിക്ക് ഇഷ്ടമായി. വരുന്നതിന് മുമ്പ് ജമാഅത്തിനെ പറ്റി തെറ്റായ വിവരങ്ങളാണ് എനിക്ക് കിട്ടിയിരുന്നത്. എന്നാൽ എനിക്ക് നിങ്ങളുടെ ജമാഅത്തിൽ നിന്ന് സഹോദര്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും അധ്യാപനങ്ങളാണ് പഠിക്കാൻ കഴിഞ്ഞത്. താജിക്കിസ്ഥാനിലെ മുബല്ലി പറയുന്നു, താജിക്കിസ്ഥാനിൽ സംഘത്തിൽ വിമർശന സ്വഭാവമുള്ള ഒരു സുഹൃത്തും ഉണ്ടായിരുന്നുവെന്നും ജലസയുടെ 2 ദിവസം ആക്ഷേപിക്കുക മാത്രമാണ് ചേരുന്നതെന്നും ഒരു ആക്ഷേപം ഉന്നയിച്ച് അതിനുള്ള മറുപടി കേൾക്കാൻ ശ്രമിക്കാതെ അടുത്ത ആരോപണം ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് സുഹൃത്തുക്കൾ പറഞ്ഞു, നമ്മൾ ആദ്യം കാണണം, വെറുതെ ആരോപണം ഉന്നയിക്കരുത്. പിന്നെ ജലസയുടെ 2-ാം ദിവസം അവരുമായി എൻ്റെ മുലാഖാത്ത് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് സംസാരം തുടങ്ങിയത്. ആദ്യം അദ്ദേഹത്തെ പറ്റി പരിചയപ്പെട്ടു. മാസ്ക് ധരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, മാസ്ക് അഴിക്കൂ, ഞാൻ മുഖമൊന്ന് കാണട്ടെ. വളരെ വിശദമായി സംസാരിച്ചു. മുലാഖാത്തിന് ശേഷം മുറബി സാഹിബ് പറയുന്നു, അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഖലീഫയുമായി കൂടിക്കാഴ്ച നടന്നെന്നും എനിക്ക് വേണ്ടി ദുആ ചെയ്തെന്നും പറഞ്ഞു. അതിനുശേഷം അത്ഭുതമെന്ന് പറയട്ടെ, 2 ദിവസവും ഒരു ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായി
ആക്ഷേപങ്ങൾ അവസാനിച്ചു. और फिर दुआएं भी देते रहे मुझे। ജൽസ സാലാനിൽ പങ്കെടുത്ത लेकिन इसकी अजीब बात है, इसके बाद ചില അറേബ്യൻ സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങളുമുണ്ട്. ഒരു സുഹൃത്ത് സിറിയയിൽ നിന്നുള്ള മുഹമ്മദ് സാഹിബാകുന്നു. പറയുന്നു, എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് എനിക്ക് അഹമ്മദിയത്തിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്നെ ജൽസയിലേക്ക് കൊണ്ടുവന്നു. പകൽ കഴിച്ചുകൂട്ടി രാത്രിയിൽ വീട്ടിൽ പോകാമെന്നാണ് ഞാൻ കരുതിയത്. വീട് അടുത്ത് തന്നെയാണ്. കാരണം ഇവിടെയുള്ള സ്ഥലം സൗകര്യപ്രദമായിരുന്നില്ല. ഇവിടെയുള്ള സംവിധാനവും അന്തരീക്ഷവും എല്ലാവരും അറിയുന്ന പോലെ मेरा दोस्त मुझे जलसे पर लेके आया। പുഞ്ചിരിക്കുന്നതും വളരെ നല്ല ചുറ്റുപാടുകളുമായി അനുഭവപ്പെട്ടു. ഇത്തരമൊരു അന്തരീക്ഷം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. ഇവിടെ ജൽസയിൽ താഴെ വിരിച്ചിട്ടുള്ള മാറ്റിൽ കിടന്നുറങ്ങണമെന്നും അതിൽ ഒരു പ്രശ്നവുമില്ലെന്നും കരുതി. ജൽസയുടെ അടുത്ത ദിവസം തന്നെ जो है एक दूसरे को जानते हैं, അഹമ്മദിയത്തിന്റെ സത്യം എൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. नहीं देखा था। मैंने अपना इरादा बदल ഞാൻ ബയ്യത്ത് ചെയ്യാൻ തീരുമാനിച്ചു. അള്ളാഹു എനിക്ക് അതിനുള്ള തൗഫീക്കും തന്നു. कोई फर्क नहीं पड़ता। नहीं ഞാൻ അഹമ്മദികളുടെ സംവിധാനത്തോടുള്ള പ്രതിബദ്ധതയിലും कहते हैं जलसे के ഭിന്നിപ്പില്ലാത്തതിലും ഞാൻ ഏറെ ആകർഷനായിരുന്നു. मैंने ഇവിടെയുള്ള എല്ലാ സംഘാടകരും അതിഥികളും തങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അറിയുന്നവരാകുന്നു. कहते हैं मैं അബ്ദുറഹ്മാൻ ഇസ്മായിൽ സാഹിബ് പറയുന്നു, ഞാൻ ജൽസ സാലാനയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ലോകത്തൊരു സംഘടനയും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ പങ്കെടുത്തിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള വഴക്കും വക്കാണവും കാണാൻ കഴിഞ്ഞില്ല. പരസ്പരം സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ഉന്നത മാതൃകയാണ് കണ്ടത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തിരുന്നു. शामिल हुए, लेकिन किसी किस्म എനിക്ക് ഏറെ പ്രയോജനമെടുക്കാനും സാധിച്ചു. आपस में प्यार मोहब्बत और भाईचारे की മിസ്രിൽ നിന്നുള്ള അബ്ദുള്ള ഇസത്ത് അക്തി സാഹിബ് ഫിസിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണ്. പറയുന്നു, ഫിസിക്സിൽ എല്ലാ കാര്യവും സംശയദൃഷ്ടിയോടെയാണ് കാണാറുള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സംശയത്തോടെ കാണുന്നത് എൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. अब्दुल्ला ഞാൻ വളരെ കാലം മുമ്പേ ബയ്യത്ത് ചെയ്തിരുന്നു. ജമാഅത്തിനോടും ഖിലാഫത്തിനോടും ബന്ധമുണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ മറ്റ് കാര്യങ്ങൾക്ക് പുറമെ ജമാഅത്തിനെ പറ്റിയും സംശയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. देखा जाता है, ഞാൻ ജമാഅത്തിൽ നിന്നും അകന്നുകൊണ്ടിരുന്നു. शक करना मेरी तबीयत का ഈ വർഷം ജർമ്മൻ ജൽസ സാലാനിൽ പങ്കെടുക്കാൻ വന്നതാണ്. बहुत अरसा पहले പക്ഷേ രജിസ്ട്രേഷനിൽ കാലതാമസം ഉണ്ടായി. ताल्लुक भी था, लेकिन രജിസ്ട്രേഷൻ സമയത്തിന് നടക്കുന്നില്ല എന്നത് രജിസ്ട്രേഷൻകാരെ പറ്റി പരാതി ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഏതായാലും हाजिर हुआ ഈ വൈകിയത് അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടു. പറയുന്നു, और रजिस्ट्रेशन की उम्र അത് പ്രകാരം എന്നാൽ അദ്ദേഹം പറയുന്നു, ഞാൻ എത്തിയപ്പോൾ ഖുത്ബ തുടങ്ങിയിരുന്നു. रजिस्ट्रेशन ഞാൻ ജൽസാഗാഹിൽ എത്തിയപ്പോൾ മനുഷ്യൻ ദുർഭാവന വെക്കുകയാണെങ്കിൽ इनको ഒരു നിമിഷം പോലും लेट होने ലോകത്ത് കഴിച്ചുകൂട്ടാൻ സാധ്യമല്ല എന്ന വാക്കുകളാണ് ഞാൻ കേട്ടത്. से जब मैं पहुंचा हूँ ഞാൻ അതത് മസീമോദ് അലി ഇസ്ലാത്തിന് ഉദ്ധരണി വായിക്കുകയായിരുന്നു. और जब मैं വെള്ളം കുടിക്കാനും കഴിയില്ല, അതിൽ വിഷമുണ്ടോ എന്ന സംശയമായിരിക്കും. पड़े वो ये थे, ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല, അതിൽ തന്നെ നശിപ്പിക്കാൻ तो शायद കൽപ്പുള്ള വല്ലതും ഉണ്ടാവുമോ എന്ന ആശങ്കയായിരിക്കും. പിന്നെ അയാൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? അദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ കേട്ടതും എനിക്കൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു. ആ സമയത്ത് ജലസയിൽ വന്നത് ദൈവിക വിധിയാണെന്ന് എനിക്ക് തോന്നി. കാരണം ആദ്യ വാചകം തന്നെ എൻ്റെ രോഗത്തിനുള്ള ചികിത്സയായിരുന്നു. എന്നെ സംബോധന ചെയ്ത് പറയുന്നത് പോലെ ആയിരുന്നു. ഇത് ഒരു യാദൃശിക സംഭവമാകാൻ തരമില്ല. അത് എൻ്റെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സംശയങ്ങളും ദുർധാരണകളും മാറി. അൽഹംദുലില്ലാ, അള്ളാഹു ഈ ജൽസാ സാലയിൽ പങ്കെടുത്തത് കാരണം സംശയങ്ങളിൽ നിന്നും ദുർധാരണകളിൽ നിന്നും എനിക്ക് മോചനം നൽകി. और खुदा ताला के फजल से शकूक और बजनियाँ ഈ സംഭവം അദ്ദേഹം എന്നോട് നേരിട്ടും പറയുകയുണ്ടായി. ക്യാമറൂണിൽ നിന്ന് ഒരു ഇമാം സാബ് വന്നിരുന്നു. അവിടുത്തെ വലിയൊരു ചീഫായിരുന്നു ദവാല പട്ടണത്തിന്റെ. കൂടാതെ कैमरून 2 റീജിയനിലെ ഉലമ കൗൺസിലിലെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം. के इमाम അനഹമ്മദിയാണ്. പറയുന്നു, ഞാൻ ഇത്ര വലിയ പരിപാടിയിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. ജൽസ സാലാനയിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ സന്തോഷത്തോടെ കാണുകയുണ്ടായതും എല്ലാവരും പരസ്പരം ഒരു കുടുംബാംഗങ്ങളെ പോലെ സ്നേഹത്തോടെ കാണുകയുണ്ടായതും 3 ദിവസങ്ങളിലും എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാണാൻ കഴിഞ്ഞില്ല എന്നതും എന്നെ അത്ഭുതപ്പെടുത്തി. വീണ്ടും പറയുന്നു, എക്സിബിഷൻ കണ്ടപ്പോൾ എൻ്റെ അറിവിൽ വളരെയധികം വർധനവുണ്ടായി. ജമാഅത്തിന്റെ സേവനങ്ങളിൽ ഞാൻ വളരെയധികം പ്രവാഹിതനാണ്. വീണ്ടും പറയുന്നു, ജമാഅത്തിന്റെ ഇമാമിന്റെ ഖുത്ബകൾ തത്വജ്ഞാനങ്ങളാൽ ഭരിതമായിരുന്നു. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ഉത്തമമായ പ്രതിബിംബമായിരുന്നു. സ്ത്രീകളോടുള്ള പ്രഭാഷണം എന്നെ വളരെയധികം ആകർഷിച്ചു. അഥവാ നാം എല്ലാവരും ഈ അമൂല്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ ജീവിതം സ്വർഗീയമായി തീരുന്നതാണ്. വീണ്ടും പറയുന്നു, ജലസയ്ക്കിടയിൽ ഇമാം ജമാഅത്തിന്റെ അനഹമ്മദികളായ അതിഥികളോടുള്ള പ്രഭാഷണം ഇസ്ലാമിക അധ്യാപനങ്ങൾ നിറഞ്ഞതായിരുന്നു. ഇമാം ജമാഅത്ത് നൽകിയ അധ്യാപനങ്ങൾ ഓരോ മുസ്ലിമിനും
സ്വന്തം ദീനിൽ അഭിമാനിക്കാൻ ഉതകുന്നതാണ്. ഈ അധ്യാപനങ്ങളെ നാം എല്ലാവരും ചേർന്ന് പ്രവർത്തന രൂപത്തിൽ ലോകത്തിനു മുന്നിൽ സമർപ്പിക്കേണ്ടതാണ്. ഇന്നാളുകളിൽ അള്ളാഹു അഹമ്മദ് ജമാഅത്തിന്റെ ഖലീഫയ്ക്ക് മഹത്തായ ഇസ്ലാമിക അധ്യാപനങ്ങളെ ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്നതിനായി എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. പറയുന്നു, മറ്റ് പ്രഭാഷണങ്ങളും എൻ്റെ അറിവിൽ ധാരാളം വർധനവുണ്ടാക്കിയിരുന്നു. അതായത് മറ്റ് പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് ആദ്യമായി ഒരു റിട്ടയേർഡ് പ്രൊഫസർ ഡാനിയൽ സാഹിബ് പങ്കെടുത്തിരുന്നു. പറയുന്നു, ജൽസ സാലാനയുടെ ആദ്യ അനുഭവമാണ്. ധാരാളം കാര്യങ്ങൾ എന്നെ സ്വാധീനിക്കുകയുണ്ടായി. ഒന്ന്, നമസ്കാര സമയത്ത് കാലത്തിന്റെ ഖലീഫയോടൊപ്പം ജമാഅത്ത് അംഗങ്ങൾ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ കാലത്തിന്റെ ഖലീഫയുടെ ശ്വാസത്തിനൊപ്പം ശ്വാസം ചേർക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതായത് അവർ ഒരു അസ്തിത്വമായി മാറിയതുപോലെയായിരുന്നു. ഞാൻ ലോകത്തുള്ള ധാരാളം സമുദായങ്ങളെയും മതങ്ങളെയും ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഒരുമയും സമത്വവും ആദ്യമായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് കണ്ട് മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നു. തുടർന്ന് പറയുന്നു, ലോകത്തുള്ള വലിയ വലിയ പ്രദർശനങ്ങളിൽ പോകുന്നതിനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെയുള്ള സെക്യൂരിറ്റിക്കാരും പെരുമാറ്റം വളരെ മോശമായിരുന്നു. എന്നാൽ ഈ ജൽസ സാലാനയിൽ സെക്യൂരിറ്റി മുതൽ എല്ലാ ജോലിക്കാരുടെയും മുഖത്ത് പുഞ്ചിരിയും സൗമ്യതയുമാണ് കണ്ടത്. നിശ്ചയമായും ഇത് മുഴുവൻ ജൽസയിലും വളരെ നല്ല സ്വാധീനമാണ് ചെലുത്തിയത്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്ര വലിയ കൂട്ടത്തിൽ യാതൊരു തടസ്സവുമില്ലാതെ ചലിക്കുക എന്നത് നിശ്ചയമായും അത്ഭുതം തന്നെയാണ്. ചില അഹമ്മദികൾക്ക് സെക്യൂരിറ്റിയെ സംബന്ധിച്ച് പരാതിയുണ്ട്. എന്നാൽ അന്യർക്ക് സെക്യൂരിറ്റിയുടെ പെരുമാറ്റം നല്ലതായി തോന്നിയത് സന്തോഷം തന്നെ. ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ പൊതുവായി നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു സെക്യൂരിറ്റിക്കാരും. വീണ്ടും പറയുന്നു, ഞാനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ആദ്യം അദ്ദേഹം കണ്ടപ്പോൾ വളരെ പ്രഭാവിതനായി. ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഈ കൂടിക്കാഴ്ചയും എൻ്റെ ജീവിതത്തിലെ ഒരു അമൂല്യമായ ഭാഗമാകുന്നു. സംഭാഷണങ്ങളിൽ നിന്ന് ഞാൻ വളരെയധികം പ്രയോജനം കരസ്ഥമാക്കുകയുണ്ടായി. പറയുന്നു, ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് വന്ന മറ്റൊരു വ്യക്തി ഒരു യുവാവായ അഹമ്മദിയാണ്. പറയുന്നു, ഈ ജൽസ സാലാനിൽ അഹമ്മദികൾ മുഖേന ഞാൻ ദൈവത്തെ ദർശിക്കുകയുണ്ടായി. ധാരാളം ആളുകൾ ദൈവത്തെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ ജലസയിൽ ജനങ്ങളുടെ ശാന്തമായ നല്ല സ്വഭാവങ്ങളെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ ജമാഅത്തിൽ ദൈവത്തിന്റെ അസ്തിത്വം കാണാൻ സാധിച്ചു. ഇതും ഒരു മൗനമായ തബ്ലീഗ് തന്നെയാണ്. ലിത്താനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു അറബി പ്രൊഫസർ ഗന്താരെ ചാരക്കായത്തെ ജലസിൽ പങ്കെടുത്തിരുന്നു. അവർ പ്രതിഫലം വാങ്ങാതെ ഇസ്ലാമിക തത്വജ്ഞാനത്തിന്റെ ലിത്തേനിയൻ ഭാഷയിലുള്ള തർജ്ജമ ചെയ്തിട്ടുണ്ട്. പറയുന്നു, ഇസ്ലാമിക ലോകത്ത് അഹമ്മദ് ജമാഅത്തിന് ഒരു വ്യതിരിക്തമായ സ്ഥാനം തന്നെയുണ്ട്. അനഹമ്മദികളുമായും അമുസ്ലിങ്ങളുമായുള്ള അഹമ്മദി ജമാഅത്തിന്റെ ബന്ധം മറ്റൊരു ജമാഅത്തിനും ഇല്ല തന്നെ. ഒരു റിസർച്ചർ എന്ന നിലയിൽ എനിക്ക് ഇസ്ലാമിക സംസ്കാരത്തോടും ഇസ്ലാമിക ആചാരങ്ങളോടും വളരെ താല്പര്യമുണ്ട്. എന്നാൽ ലത്തേനിയയിൽ അഹമ്മദിയ ജമാഅത്ത് അല്ലാതെ മറ്റ് ഇസ്ലാമിക ജമാഅത്തുകളുമായി ബന്ധപ്പെടാനും കൂടിക്കാഴ്ച നടത്താനും വളരെ ബുദ്ധിമുട്ടാണ്. അഹമ്മദിയ ജമാഅത്തിനെ എല്ലാ നിലയിലും മനസ്സിലാക്കുന്നതിനുള്ള നല്ല അവസരം ജൽസ സാലാൻ എനിക്ക് നൽകി. നിശ്ചയമായും അഹമ്മദിയ ജമാഅത്തിന് അതിന്റെ മോട്ടോ ആയ എല്ലാവരും സ്നേഹം ആരോടുമില്ല വെറുപ്പ് എന്നതിന് യഥാർത്ഥമായ നിലയിൽ പ്രാവർത്തികമാക്കുന്നവരാകുന്നു. ഇവിടെ എനിക്ക് 47 ആളുകൾക്കിടയിൽ അന്യത്വം അനുഭവപ്പെട്ടതേയില്ല. ലത്തേനിയിൽ നിന്നുള്ള ഒരു എഴുത്തുകാരനായ പത്രപ്രവർത്തനവുമായ ജെറൂനിമ സാഹിബ് പറയുന്നു, ലോകത്ത് നിലനിൽക്കുന്ന അശാന്തിയിലും കൊടിയ പട്ടിണിയിലും ഞാൻ അസ്വസ്ഥനാണ്. ഇത്തരം അവസ്ഥയിൽ ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാനാകും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇതേ ചോദ്യം ഞാൻ ഖലീഫത്തുൽ മസീഹിനോട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ തൃപ്തികരമായ മറുപടിയാണ് ലഭിച്ചത്. അതായത് മനുഷ്യന്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാകുന്നു. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുന്നതാണ്. മരണശേഷവും ഒരു ജീവിതമുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അഥവാ ആളുകൾ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ലോകം എപ്പോഴും അശാന്തിയിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. കാലത്തിന്റെ ഖലീഫയുടെ ശ്രദ്ധ ആദ്യമേ തന്നെ ഇക്കാര്യത്തിലേക്കുണ്ടെന്നതും അദ്ദേഹത്തിന്റെ ഖുത്ബകളിലും പ്രഭാഷണങ്ങളിലും ലോകത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കിർഗിസ്ഥാനിൽ നിന്ന് കാച്ചിയോ സാഹിബ് വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, ജലസവേളയിൽ ഞാൻ എൻ്റെ മതത്തെക്കുറിച്ചും ജമാഅത്തിനെ കുറിച്ചും വളരെയധികം പഠിച്ചു. എനിക്ക് എൻ്റെ ധാരാളം ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജലസയിൽ പങ്കെടുത്തത്.
ആദ്യമായിട്ടാണ് രാജ്യത്തിന് പുറത്തേക്ക് തന്നെ വരുന്നത്. ജലസയിൽ ഇത്രയധികം കൂട്ടം ഉണ്ടാകുമെന്ന് സങ്കല്പം പോലും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കേട്ടു. എനിക്ക് വളരെ താല്പര്യമുണ്ടായി. എല്ലാം മനോഹരമായിരുന്നു. കസാക്കിസ്ഥാനിൽ നിന്ന് വന്ന ഒരു അഹമ്മദി സുഹൃത്ത് അലിബേഗ് സാഹിബ് പറയുന്നു, ജലസയിൽ പങ്കെടുത്തു എന്നത് വളരെ നല്ലതായി തോന്നി. ബയത്ത് ചെയ്തപ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. കാലത്തിന്റെ ഖലീഫുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ എൻ്റെ എല്ലാ അനുഭൂതികളും വികാരങ്ങളും പരമസീമയിലേക്ക് എത്തി. ജൽസയിൽ പങ്കെടുക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് പൂർത്തിയായി. ജൽസയിൽ പങ്കെടുത്തതിന്റെ സ്വാധീനം എത്രത്തോളം എന്നാൽ എൻ്റെ ഭാര്യയും കുട്ടികളും വരെ പറയുകയാണ്, നിങ്ങൾ ആകെ മാറിയിരിക്കുന്നുവെന്ന്. അടുത്ത വർഷം ഇൻഷാ അല്ലാ ഭാര്യയും കുട്ടികളുമായിട്ട് ജൽസയിൽ പങ്കെടുക്കാനാണ് എൻ്റെ ആഗ്രഹം. യാസ്മീൻ സാഹിബ ഒരു തുർക്ക് വനിതയാണ്, അധ്യാപികയാണ്. ജർമ്മനിയിലെ പട്ടണത്തിൽ തന്നെയാണ് താമസവും. ഇവിടെ ജർമ്മനിയിൽ തന്നെയാണ് താമസം. അവരും പങ്കെടുത്തിരുന്നു. പറയുന്നു, കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണം എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു. ജലസയുടെ അന്തരീക്ഷം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഇത്ര വലിയ കൂട്ടമായിരുന്നിട്ടും ഇത്രത്തോളം സമാധാനത്തോടും ശാന്തിയോടും കൂടി എല്ലാം നടക്കൂ എന്നത് എനിക്ക് മനതൃപ്തി നൽകുകയുണ്ടായി. കേവലം ദൈവതൃപ്തിക്കായി ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുക എന്നതും ഇവരെല്ലാവരും തന്നെ ഒരു കണ്ണിൽ കോർത്തവരായി തീരുക എന്നതും ഒരു അസാധാരണമായ അത്ഭുത കാര്യമായിരുന്നു. പറയുന്നു, അതിന് സംക്ഷിപ്തം ഇതാണ്: എന്തെല്ലാമാണോ അവിടെ പറയപ്പെട്ടത്, ഏതൊരു ചിന്തയാണോ വെളിപ്പെടുത്തപ്പെട്ടത്, അതിനെയായിരുന്നു ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അന്ന് ഒരു പ്രഹേളികയുടെ എല്ലാ ഭാഗങ്ങളെയും ഞാൻ അതിൻ്റെതായ സ്ഥാനത്ത് കൃത്യമായി തന്നെ ചേർന്നതായി കാണുകയുണ്ടായി. ഡെർബിയയിൽ നിന്ന് വന്ന ജേർണലിസ്റ്റായ തത്താനി സാഹിബ് തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഞാനൊരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനി ആയിരുന്നിട്ടും ഇന്റർനെറ്റിൽ നിങ്ങൾക്കെതിരിൽ ധാരാളം വിദ്വേഷങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നിട്ടും ഞാൻ നിങ്ങളുടെ ജമാഅത്തിൽ വളരെയധികം പ്രഭാവിതനാണ്. നിങ്ങളുടെ സംഘാടനവും സിസ്റ്റമും എന്നെ അത്ഭുതപ്പെടുത്തി. അഹമ്മദിയത്തിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ലോകത്ത് വ്യാപകമായി പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതിൽ ഞാൻ വളരെയധികം നിരാശനാണ്. എല്ലാവരും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന നിങ്ങളുടെ മോട്ടോ ഓരോ കായ്വയ്പിലും എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. സംഘാടനത്തിലോ 46,000 ആളുകളിലോ ഞങ്ങൾക്കൊരു മോശമായ കാര്യവും കാണാൻ കഴിഞ്ഞില്ല. എല്ലായിടത്തും സമാധാനം തന്നെയായിരുന്നു. എല്ലാവരും മറ്റുള്ളവരെ ആദരിച്ചിരുന്നു. നിങ്ങളുടെ അധ്യാപനങ്ങൾ പോലെ തന്നെ. പറയുന്നു, വാക്കുകളിൽ പ്രകടിപ്പിക്കുന്നത് എനിക്ക് പ്രയാസകരമായ കാര്യമാണ്. സെർബിയയിൽ നിന്ന് വന്ന ഒരു പത്രപ്രവർത്തകയായ മഹിളയാണ് നിയ സാഹിബ. പറയുന്നു, ജൽസയ്ക്കും സംഘാടകരെക്കുറിച്ചും പ്രഭാഷകരെക്കുറിച്ചും പങ്കെടുത്ത എല്ലാവരെക്കുറിച്ചും എൻ്റെ മനസ്സിൽ വളരെ നല്ല സ്വാധീനമാണ് ഉണ്ടാക്കിയത്. ഏറ്റവും അധികമായി ഞാൻ ഖലീഫയുടെ സ്ത്രീകളുടെ പ്രഭാഷണത്തിൽ പ്രഭാവിതയാണ്. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ സംഘാടകർക്കും നന്ദി പറയുന്നു. ഒരു പ്രാദേശിക പോളിഷ് അഹമ്മദി സ്ത്രീ പറയുന്നു, 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ഞാനതിലൊരു കൂടിക്കാഴ്ചയിലാണ്. എന്നോട് അവർ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. എന്നാൽ എനിക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം ലഭിച്ചില്ല. പറയുന്നു, ഞാൻ അസ്വസ്ഥയായി. ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. പറയുന്നു, ഇത്തവണ ജർമ്മനി ജലസയിൽ പങ്കെടുക്കുകയുണ്ടായി. കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും ലഭിച്ചു. എനിക്ക് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള അവസരവും ലഭിച്ചു. കാലത്തിന്റെ ഖലീഫയിൽ നിന്ന് മനസ്സിന് അങ്ങേയറ്റം തൃപ്തിയേറുന്ന മറുപടിയും ആ ചോദ്യങ്ങൾക്ക് ലഭിച്ചു. അതിനുശേഷം എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള സ്വസ്ഥതയും ലഭിച്ചു. ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാകുന്നു. ഒരു ജർമ്മൻ അതിഥിയായ ഗോന്തം ഓദ സാഹിബ് പറയുന്നു, ഞാൻ ഇസ്ലാം മതത്തെ ക്രിട്ടിക്കൽ വീക്ഷണത്തിലൂടെയാണ് കാണുന്നത്. എന്നിരുന്നാലും ഞാൻ കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങളെ വളരെ ശ്രദ്ധയോടെ ശ്രവിച്ചു. ഏതുവരെ എന്നാൽ ഖലീഫ നൽകിയിരുന്ന ഉദ്ധരണികളെയും ഞാൻ പരിശോധിച്ച് നോക്കുകയുണ്ടായി. ചില ആളുകൾ എത്രത്തോളം ഗഹനമായാണ് കാണുന്നതെന്നാൽ ഞാൻ ഉദ്ധരിച്ച വിശുദ്ധ ഖുർആന വചനങ്ങൾ വരെ തെറ്റാണോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണോ എന്ന് അവർ പരിശോധിച്ച് നോക്കുമായിരുന്നു. അത് തിരിച്ചു ചെന്ന ശേഷം വിശുദ്ധ ഖുർആൻ എടുത്ത് അത് പരിശോധിച്ച് നോക്കുമായിരുന്നു. പറയുന്നു, ഖലീഫയുടെ പ്രഭാഷണം ഞാൻ അത്ഭുതപ്പെട്ടു. സമാധാനത്തിനും പരസ്പര സഹോദര്യത്തിനും ഖലീഫ എത്രത്തോളം മൂല്യം നൽകുന്നു എന്നത് അംഗീകരിക്കാൻ ഞാൻ നിർബന്ധിതനായി. തീർച്ചയായും ഖലീഫ വളരെ നല്ല പ്രഭാഷണമാണ് നടത്തിയത്. എൻ്റെ ആശ്ചര്യത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ നിർബന്ധിതനാകുന്നു. കാരണം ഇസ്ലാമിൻ്റെ ഒരു സമാധാന കാംക്ഷിയായ ചിത്രമാണ് താങ്കൾ കാണിച്ചു തന്നത്. അത് പൊതുവിൽ ഇവിടെ കാണപ്പെടുന്നില്ല. നിശ്ചയമായും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള എൻ്റെ വീക്ഷണത്തിൽ ഇത് വലിയ
വർധനവുണ്ടാക്കിയിരിക്കുന്നു. കാരണം ഇതിനു മുമ്പ് ഞാൻ ഇസ്ലാമിനെ ശാന്തിയുടെ മതമായിട്ട് പോലും സങ്കല്പിച്ചിരുന്നില്ല. ഇസ്ലാമിലെ ശാന്തിയുടെ അധ്യാപനങ്ങളെക്കുറിച്ച് എനിക്കറിവുണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായി ഞാൻ വനിതകളുള്ള ഖലീഫയുടെ പ്രഭാഷണം പുരുഷന്മാരുടെ ഹാളിലെ സ്ക്രീനിൽ കാണുകയുണ്ടായി. ഇത് ഖലീഫയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ വളരെ പ്രഭാവിതനായി ആ പ്രഭാഷണം കേട്ട്. പിന്നീട് അതിഥികളുടെ സ്റ്റേജിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ താങ്കളെ നേരിട്ട് കേൾക്കണമെന്നും തീരുമാനിച്ചു. ഒരു ജർമ്മൻ അതിഥി കേവൻ സാഹിബ് പറയുന്നു, ഖലീഫയുടെ പ്രഭാഷണം കേട്ട് ഞാൻ അത്ഭുത പരതന്ത്രനായിരുന്നു. എന്താണ് പറയേണ്ടതെന്നത് ഇനി എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്നാൽ ഖലീഫ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓരോരുത്തരും പ്രാവർത്തികമാക്കണമെന്ന് എനിക്കറിയാം. പുഞ്ചിരിയെ സംബന്ധിച്ച് ഖലീഫ പറഞ്ഞത് വളരെ അനിവാര്യമായ കാര്യമാകുന്നു. ജർമ്മനിയിൽ അതിൻ്റെ വളരെ കുറവുണ്ട്. നാം എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കണം എന്നത് വളരെ ഉത്തമമായ കാര്യമാണ് പറയുന്നത്. അത് തങ്ങളിലില്ല. ഞങ്ങളുടെ ആളുകൾ പ്രഭാവിതരായിരുന്നു. സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള താങ്കളുടെ നിർദ്ദേശങ്ങളുമായി പൂർണ്ണമായും യോജിക്കുന്നു. ഖലീഫ പറഞ്ഞാലും തന്നെ സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാത്തലിക് ടിവിയുടെ പ്രതിനിധിയായ ക്രിസ്ത്യാനിയായ ഒരു ജർമ്മൻ അതിഥി ക്രിസ്റ്റീൻ പറയുന്നു, ഖലീഫയുടെ പ്രഭാഷണം വളരെ സ്വാധീന ശക്തിയുള്ളതായിരുന്നു. പ്രഭാഷണത്തിന്റെ പരിധി ശ്രോതാക്കളുടെ വിശാലതയ്ക്കനുസരിച്ചാണ് രൂപം നൽകിയിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖലീഫ അടിസ്ഥാന അധ്യാപനം വിവരിച്ചോടൊപ്പം തന്നെ ഈ അടിസ്ഥാന അധ്യാപനങ്ങൾ ദൈവമാണ് പഠിപ്പിച്ചു തന്നത്, ഇന്നത്തെ യുണൈറ്റഡ് നേഷനോ അല്ലെങ്കിൽ മറ്റാരുമല്ല എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ മറ്റ് മത നേതാക്കൾ ഇതേ വിശദീകരണത്തോടു കൂടി തന്നെ പ്രഭാഷണം നടത്തേണ്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയുന്നു, ഖലീഫയുടെ പ്രഭാഷണം കേട്ടാൽ മാത്രം പോരാ, അതിൽ വളരെയധികം ഗഹനമായി ചിന്തിക്കേണ്ടതും അനിവാര്യമാകുന്നു. കാരണം താങ്കൾ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഞാൻ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ സംബന്ധിച്ച് വളരെയധികം അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള എൻ്റെ സങ്കല്പം വളരെ നല്ലതാണ്. ഇസ്ലാമിലെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള അധ്യാപനങ്ങളെ കുറിച്ച് ഖലീഫയുടെ പരാമർശങ്ങൾ വളരെ ഹൃദ്യമായിരുന്നു. എന്നാൽ ഈ അവകാശങ്ങളും പദവികളും ഏതെങ്കിലും NGO യോ UNO സ്ഥാപിച്ചതല്ല, മറിച്ച് ദൈവം മതത്തിലൂടെ സ്ഥാപിച്ചതെന്നത് ജനങ്ങൾ ഓർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ജർമ്മൻ അതിഥി വാലിയൻ സാഹിബ് പറയുന്നു, നമ്മെ സംബന്ധിച്ചാണ് പറയുന്നത്, വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. വളരെ ഉന്നതമായിട്ടുള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ അവരുടെ സഭയിൽ പറഞ്ഞത് പൂർണ്ണമായ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗഹനമേറിയതാകുന്നു. അതായത് മനുഷ്യൻ ഏത് ദേശത്താണ് വസിക്കുന്നത് ആ ദേശത്തെ സേവിക്കുക. അയൽവാസികളെ കുറിച്ച് പറഞ്ഞതിനോടൊപ്പം 40 വീടുകൾ വരെ അതിന് വിശാലത നൽകിയത് എനിക്ക് വളരെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നി. കാരണം വാസ്തവത്തിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ സാധിക്കും. ക്രിസ്തുമതത്തിലും അയൽവാസികളുടെ അവകാശങ്ങളെക്കുറിച്ച് അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അയൽവാസിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുവെന്ന് പറഞ്ഞിട്ടില്ല. അക്കാരണത്താൽ തൊട്ടടുത്തുള്ളവരെ മാത്രമാണ് അയൽവാസിയെ പരിഗണിക്കുന്നത്. എന്നാൽ ഇസ്ലാം അതിനേക്കാൾ ഉത്തമമായ അധ്യാപനമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയാണ് ഇത് പറയുന്നത്. ഒരു ജോർജിയൻ മഹിള പറയുന്നു, ഞാനിന്ന് ഖലീഫയുടെ 2 പ്രഭാഷണങ്ങളും ശ്രവിച്ചു, വളരെ സ്വാധീനിക്കപ്പെട്ടു. ഈ പ്രഭാഷണങ്ങൾ ഇന്ന് എന്നെ പഠിപ്പിച്ചത് യഥാർത്ഥ ഇന്റഗ്രേഷൻ എന്നാൽ മനുഷ്യൻ തന്റെ മതത്തെയും സമുദായത്തെയും മനുഷ്യത്വത്തെയും സേവിക്കുക എന്നതാണ്. പറയുന്നു, എനിക്ക് ജലസ സാലാനയുടെ അന്തരീക്ഷം വളരെ ഇഷ്ടമായി. കാരണം ഇവിടെ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും തലമുറയിൽപ്പെട്ടവരും എല്ലാ തരത്തിലുമുള്ളവരും വളരെ സ്നേഹത്തോടും സമത്വത്തോടും ശാന്തരായും ഒരുമിച്ച് കൂടിയിരുന്നു. ഇത് മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. സ്ത്രീകളോടുള്ള പ്രഭാഷണത്തിൽ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഇത്ര വിശാലമായ സ്ഥാനമുണ്ടെന്നുള്ളത് എനിക്ക് ആദ്യമായിട്ടാണ് മനസ്സിലാകുന്നത്. യുദ്ധത്തിൽ പങ്കെടുത്ത സ്ത്രീകളും ഉണ്ടായിരുന്നുവെന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമുളവാക്കിയ കാര്യമാകുന്നു. അതിഥിയായ അലി ബക്കർ സാഹിബ് ഓസ്ട്രേലിയയിലെ ഗ്രീൻ മുസ്ലിം പാർട്ടിയുടെ വക്താവായിരുന്നു. ആസ്ട്രിയ ആയിരിക്കും, അതോ ഓസ്ട്രേലിയ തന്നെയാണോ? ഏതായിരുന്നാലും പറയുന്നു, ഖലീഫയുടെ പ്രഭാഷണം സ്വാധീന ശക്തിയുള്ള ആകർഷകമായതായിരുന്നു. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ളവർക്കും അനിവാര്യമായതാകുന്നു. സമാധാനം കേവലം മുസ്ലിം രാഷ്ട്രങ്ങളിൽ മാത്രമല്ല, മറിച്ച് മുഴുലോകത്തും സ്ഥാപിക്കാനാണ് ശ്രമിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഹൃദയഹാരിയായി തോന്നി. ഒരു ജർമ്മൻ മഹിള മേമൻ മായി സാഹിബ, അവർ മുസ്ലിം അല്ലായിരുന്നിട്ടും ആദരവിനായി അവിടെ ഷാള് വിട്ടുമറച്ചായിരുന്നത് പറയുന്നു, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഖലീഫയുടെ പ്രഭാഷണത്തിനിടയിൽ നമ്മുടെ പരസ്പരമുള്ള വ്യത്യാസം കേവലം നിസ്സാരമാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. നമുക്ക് പരസ്പരം കൂടിച്ചേർന്ന് സമാധാനപരമായി ജീവിക്കാവുന്നതാണ്. ഞാൻ വളരെ പ്രഭാവിതയാണ്. പ്രഭാഷണ വേളയിൽ തന്നെ എത്രത്തോളം
അതെന്നെ സ്വാധീനിച്ചുവെന്നാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അദ്ദേഹം സ്ത്രീകളെ സംബന്ധിച്ചുള്ള അധ്യാപനങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ നിന്നും തെളിവാകുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണത്തിൽ വന്നിട്ടുള്ള വിവരിച്ചത് ഇത് മറ്റു സമുദായങ്ങൾ പരാമർശിക്കുന്നത് തന്നെയാകുന്നു. കേവലം അധ്യാപനങ്ങൾ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ സ്വയം ജൽസ സാലനിൽ കാണുകയുണ്ടായി. പറയുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. ഞാനിവിടെ പ്രഭാഷണം കേട്ട് ആളുകളെ കരയുന്നതായും കണ്ടു. ജൽസയിൽ 7 രാഷ്ട്രങ്ങളിലെ 39 ആളുകൾക്ക് ബൈഅത്ത് ചെയ്യുന്നതിനുള്ള തൗഫീഖ് ലഭിക്കുകയുണ്ടായി. അവർ ഇന്നാളുകളിൽ സ്വാധീനിക്കപ്പെട്ടവരായിരുന്നു. സെർബിയയിൽ നിന്ന് വന്ന ഒരു അതിഥി ഓർദിഷ് സാഹിബ് പറയുന്നു, ജൽസ സാലാന ലോകമെമ്പാടുമുള്ള അഹമ്മദിയ അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിനുള്ള ആഗോള പരിപാടിയാകുന്നു. ഏറ്റവും കൂടുതലായി ബയ്യത്ത് പരിപാടി ആത്മീയപരമായും വികാരപരമായും എന്നിൽ സ്വാധീനം ചെലുത്തി. ആദ്യ നിമിഷം മുതൽ നാം എല്ലാവരും പരസ്പരം തോളുകളിൽ കൈവച്ചു. എനിക്കൊരു വാക്കും മനസ്സിലായില്ല. എന്നാൽ എന്താണോ പറയപ്പെട്ടത് അത് എങ്ങനെയൊക്കെയോ എൻ്റെ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും കടന്നുപോവുകയുണ്ടായി. എനിക്ക് വിറയൽ അനുഭവപ്പെട്ടു. അതെന്നെ ആത്മീയമായ നിലയിൽ അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് എത്തിച്ചു. ബയ്യത്ത് കാരണത്താൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു തുർക്കി യുവാവായ ജാൻ മറത് സാഹിബ് അംബർഗിലുണ്ട്. പറയുന്നു, ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അഹമ്മദികളുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിൻ്റെ വിജയത്തിനായുള്ള ഒരു അണയാത്ത അഗ്നി ജ്വലിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇവിടെ പങ്കെടുത്തതിലൂടെ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞു. ജാൻ മറത് സാഹിബ് ജൽസയുടെ സമാപന ദിവസം ലിഖിത രൂപത്തിൽ ബയ്യത്ത് ചെയ്തതിനു ശേഷം എൻ്റെ കയ്യിലും ബയ്യത്ത് ചെയ്തു. ഇതായിരുന്നു അവരിലെ ചില ആളുകളുടെ അവസ്ഥ. അതാണ് ഞാനും വിവരിച്ചത്. ജർമ്മൻ ജൽസയിൽ മീഡിയ കവറേജും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ മെച്ചപ്പെട്ടതായിരുന്നു. 4 TV ചാനലുകളിൽ RD, RTL, വീഡിയോ TV, SWR ഈ TV ചാനലിലൂടെ 41 മില്യൺ ആളുകളിലേക്ക് ജമാഅത്തിന്റെ ജൽസയുടെ വാർത്തകൾ എത്തിപ്പെടുകയുണ്ടായി. ജർമ്മനിയിലെ പത്രങ്ങളിൽ 11 പത്രങ്ങൾ വിവിധ വാർത്തകളും ആർട്ടിക്കിളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് മുഖേനയും 50 മില്യണിലധികം ആളുകളിലേക്ക് ജമാഅത്തിന്റെ സന്ദേശവും ജലസയുടെ വാർത്തകളും എത്തപ്പെട്ടു. 5 റേഡിയോ സ്റ്റേഷനുകൾ വാർത്തകൾ കേൾപ്പിക്കുകയുണ്ടായി. അതുമൂലം പറയപ്പെടുന്നത് 14 മില്യൺ ആളുകളിലേക്ക് സന്ദേശം എത്തപ്പെട്ടു എന്നതാണ്. ഓൺലൈൻ മീഡിയ കവറേജ് മുഖേന 2 മില്യൺ ആളുകളിലേക്ക് സന്ദേശം എത്തി. അപ്പോൾ ചുരുക്കത്തിൽ ഇവരുടെ അഭിപ്രായത്തിൽ ഇതെല്ലാം മുഖേന മൊത്തം 108 മില്യണിലധികം ആളുകളിലേക്ക് ജൽസ സാലാനയുടെ കവറേജ് എത്തുകയുണ്ടായി. ഏതായിരുന്നാലും അള്ളാഹു അതിൻ്റെ ഉത്തമമായ പരിണിതഫലങ്ങൾ ഉളവാക്കുമാറാകട്ടെ ഭാവിയിലും. ഞാൻ പറഞ്ഞതുപോലെ ഇത് സംക്ഷിപ്തമായ വിവരങ്ങളാണ്. ജനങ്ങളുടെ അനുഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ നിന്ന് ചിലത് മാത്രമാണ് ഞാൻ എടുത്തത്. അള്ളാഹു നമ്മുടെ കുറവുകളെ മറച്ചുവെക്കുന്നു എന്നത് അവൻ്റെ ഔദാര്യമാകുന്നു. അതുപോലെ തന്നെ വിവിധ പള്ളികളുടെ ഉദ്ഘാടന വേളകളിലും ആളുകൾ തങ്ങളുടെ നല്ല അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ പറയുന്നത് അഹമ്മദിയത്ത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്താണ്, എങ്ങനെയാണ് സൃഷ്ടികളോടും അള്ളാഹുവിനുള്ള കടമകളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത് എന്നറിയില്ലായിരുന്നു. ഇതെല്ലാം ശ്രവിച്ച് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവ് ലഭിച്ചു എന്നതാണ് വിവിധ പരിപാടികൾ ഞങ്ങൾ വെളിപ്പെടുത്തിയ പരിപാടിയിൽ ആളുകൾ വെളിപ്പെടുത്തിയ കാര്യം. ഞങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുന്നെന്ന് പറയുന്നു. ഞങ്ങൾക്ക് അറിയുന്ന അഹമ്മദികൾ പോലും ഇസ്ലാമിന്റെ ഈ സുന്ദര അധ്യാപനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നത് അവർ പരാതിപ്പെട്ടിരുന്നു. അതിനാൽ ഇത് സംബന്ധിച്ചും തബ്ലീഗിന്റെ പ്രഭാവിതമായ പരിപാടികൾ തയ്യാറാക്കുന്നത് അനിവാര്യമാകുന്നു. ഓരോ അഹമ്മദിക്കും യാതൊരു ശങ്കയുമില്ലാതെ ഇസ്ലാമിനെയും ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തേണ്ടതാണ്. ഉദാഹരണമായി ജലസയിൽ ഒരു ഇറാനി യുവാവ് വന്നിരുന്നു. നമ്മുടെ അഹമ്മദിയുമായി അവൻ സംസാരിക്കുകയുണ്ടായി. അവനെ അവൻ്റെ ഒരു അഹമ്മദി സുഹൃത്തായിരുന്നു കൊണ്ടുവന്നത്. അവൻ പറയുന്നു, ഇവിടെ വന്നപ്പോൾ ഞാൻ വളരെ അപ്സെറ്റാണ്. അയാൾ കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിനെ നബിയായി വിശ്വസിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഏതായിരുന്നാലും അവന് വിശദമായി മനസ്സിലാക്കി കൊടുത്തപ്പോൾ എങ്ങനെയുള്ള നബിയായിട്ടാണ് അംഗീകരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദാസത്വത്തിൽ വന്ന നബിയായിട്ടാണ് ആ മഹാത്മാവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിനായി ആ മഹാത്മാവിന്റെ തന്നെ പ്രവചനം അനുസരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, വരാനുള്ള ഈസയുമായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത് എന്നെല്ലാം മനസ്സിലാക്കി കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതെല്ലാം തന്നെ ശരി തന്നെ, മെഹദി ഈസായെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ വീക്ഷണവും ശരി തന്നെ, യുക്തിസഹമാണ്. എന്നാൽ എൻ്റെ സുഹൃത്ത് എന്നോട്
എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല? കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഏതായിരുന്നാലും യാതൊരു ശങ്കയും കൂടാതെ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പരിചയമുള്ളവർക്ക് നാം തബ്ലീഗ് ചെയ്യേണ്ടതാണ്. വളരെ പ്രഭാവശാലിയായ തബ്ലീഗാണ് വേണ്ടത്. ഇത് സംബന്ധിച്ച് കേവലം പാംഫ്ലെറ്റ് വിതരണം ചെയ്യുന്നതോ ലീഫ്ലെറ്റ് വിതരണം ചെയ്യുന്നതോ അല്ലെങ്കിൽ ലെറ്റർ ബോക്സിൽ ലീഫ്ലെറ്റ് ഇടുന്നതോ തബ്ലീഗ് വിഭാഗത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതല്ല. സമാധാനത്തിന്റെ കാര്യങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് സമാധാനം സ്ഥാപിതമാകുന്നത് എന്ന അടുത്ത കാര്യം പറയേണ്ടതുണ്ട്. മസീഹ് മൗദിനെയും മഹദി മൗദിനെയും വിശ്വസിച്ചു കൊണ്ടാണ് സ്ഥാപിക്കാൻ സാധിക്കുക. അതിനാൽ ആ മഹാത്മാവിനെ അംഗീകരിക്കുക. തബ്ലീഗിനായ ഓരോ സാഹചര്യങ്ങളെയും നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് ഒരു വിഭാഗത്തിന് ഇപ്പോഴും കാര്യങ്ങൾ കേൾക്കുന്നതിൽ താല്പര്യമുണ്ടെന്നാണ് ഞാൻ കാണുന്നു. അത്തരക്കാരെ ക്ഷണിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും എല്ലായിടത്തും നാം ആത്മപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. ജൽസ സാലാനയുടെ ഏതെങ്കിലും സ്ഥിര വിഭാഗത്തിൽ സംഘടനാ പിഴവുകളുണ്ടോ പ്രത്യേകമായി അതിനെക്കുറിച്ച് ചിന്തിക്കുക. ജൽസയുടെ സംഘാടകർ മാത്രമല്ല, എല്ലാ വിഭാഗക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. തബ്ലീഗ് വിഭാഗം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള വകുപ്പുണ്ട്. ഏറ്റവും ഉത്തമമായ നിലയിലുള്ള ഇതിനെക്കുറിച്ച് അന്വേഷണമാണ് നമുക്ക് വേണ്ടത്. നല്ലപോലെ പദ്ധതിയിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് തങ്ങളുടെ ജോലികൾ ചെയ്യുക. ചിലർ ചില പരാതികളും പറഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ അത്തരം പരാതികളെയും ദൂരീകരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നാം എപ്പോഴും ജലസയുടെ ഉദ്ദേശ്യത്തെ പൂർത്തിയാക്കുന്നതിനായി കൂടുതൽ പ്രയത്നിക്കേണ്ടതുണ്ട്. സംഘാടകരും ജൽസയിലുള്ള പങ്കാളികളും ഞാൻ പരാമർശിച്ചതുപോലെ ഒരു അതിഥി പറയുകയുണ്ടായി, ജൽസ പരിപാടികൾക്കിടയിൽ പങ്കെടുത്ത ചിലർ എഴുന്നേറ്റ് പോയത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അതിനാൽ തർബിയത്ത് വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ ഉത്തമമായ നിലയിൽ അതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അള്ളാഹു നമ്മിൽ കരുണ ചൊരിയുമാറാകട്ടെ. ഭാവിയിൽ എല്ലാവർക്കും ഉത്തമമായ നിലയിൽ ജലസയുടെ ഉദ്ദേശ്യത്തെ പൂർത്തീകരിക്കുന്നതിനുള്ള സൗഭാഗ്യം തന്നരുളുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر